ലോകം ഊർജ ആശങ്കയിലാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ആ ആശങ്ക പടരുകയാണ്. ആഗോള എണ്ണ വിതരണത്തിൻ്റെ സിരാകേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഊർജ ആശങ്ക അതുകൊണ്ട് തന്നെ ഉയരുകയാണ്. അതിൻ്റെ പ്രതിഫലനം ലോകമാകെ അനുഭവപ്പെടുമ്പോൾ ഇന്ത്യയിലും അത് പ്രകടമാവുകയാണ്. ഇറക്കുമതിയിൽ ആശ്രയിച്ചിരിക്കുന്ന രാജ്യം എന്ന നിലയിൽ ഇത് ഇന്ത്യക്കും ഒരു മുന്നറിയിപ്പാണോ? ഈ കഠിന സമ്മർദ്ദം അതിജീവിക്കാൻ ഇന്ത്യക്കാകുമോ? എണ്ണവില ഉയർന്നാൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും വികസന പദ്ധതികളെയും എത്ര ആഴത്തിൽ ബാധിക്കും? ഹോർമുസ് കടലിടുക്കിലെ വിതരണ തടസ്സങ്ങൾ ഇന്ത്യയുടെ ഊർജ സുരക്ഷയ്ക്ക് എന്ത് വെല്ലുവിളി ഉയർത്തും? യുദ്ധം നമ്മുടെ ദൈനംദിന ജീവിതത്തെയും സാമ്പത്തിക നിലയെയും എത്രത്തോളം സമ്മർദ്ദത്തിലാക്കും? ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകം നേരിടുന്ന പുതിയ ഊർജ പ്രതിസന്ധിയും അതിൻ്റെ ഇന്ത്യൻ പ്രതിഫലനങ്ങളുമാണ് എന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യം യുദ്ധത്തിൻ്റെ ചില പ്രധാന വിവരങ്ങളിലേക്ക് പോകാം. അതോടൊപ്പം നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും എടുക്കാം. ഏതായാലും ഇറാനിൽ ഇപ്പോൾ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ അമേരിക്കയുടെ US എയർ കോമ്പാക്ട് സെൻറ്ററും സാറ്റലൈറ്റ് കോം ഹബ്ബും UAE ആക്രമിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സാണ് US എയർ കോമ്പാക്ട് സെൻറ്ററും അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഹബ്ബും ആക്രമിച്ചിരിക്കുന്നത്. അത് UAE അൽ ദഹ്ഫ്ര എയർബേസിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പീതാംബരൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. പീതാംബരൻ, ഒരു വലിയ ആശങ്കയുടെ മുൾമുനയിലാണ് നമ്മൾ നിൽക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നമ്മൾ നീങ്ങുമോ? ഈ എണ്ണ വില ഉയരുമോ? അത്തരം ഊർജ പ്രതിസന്ധി ഉണ്ടാകുമോ? ഗ്യാസൊക്കെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? അതെ, ഇപ്പൊ പറയുകയാണെങ്കിലേ ഇപ്പൊ എന്തിനാണ് ഇവിടെ വില കൂടാത്തത്? കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരല്ലേ ഇത്? കാരണം നമ്മൾ കൂടുതലും അന്യരാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം. എണ്ണവില ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? അതല്ല ഞാൻ ചോദിക്കും, ഈ യുദ്ധത്തിന്റെ ഒരു നിലപാടിൽ വരുന്നതിൽ, യുദ്ധം വരുന്നൊരു ഘട്ടത്തിൽ ഇതെന്ത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അമേരിക്ക US ആക്രമിച്ചാലും കേന്ദ്ര സർക്കാരാണ് കുറ്റക്കാരെന്ന് എന്തിരിക്കുന്നു? ശരി, ഇത് ആരെന്ത് സംഭവിച്ചാലും ഉടനെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുന്ന പോലെയാണ്. അമേരിക്ക ഇസ്രയേലിനെ ആക്രമിച്ചാൽ, അമേരിക്കയെ ഇറാനെ ആക്രമിച്ചാൽ പ്രധാനമന്ത്രിക്ക് തെറ്റായ നയം കൊണ്ടാണോ ആക്രമിക്കുന്നത്? എന്തെങ്കിലും ശരി, അതായത് ട്രംപ് പറയാണ്ട് ഇവിടെ അനങ്ങുന്നില്ലല്ലോ. എല്ലാം ട്രംപ് പറഞ്ഞിട്ടാണെന്നല്ലേ പറയണത് ഇവിടെ ഏറ്റു പറയുന്നു. ആണോ? ശരി, ഇതെന്തൊരു വിരോധാഭാസമാണത്? ശരി, ശിവദാസൻ കൂടി എന്നോടൊപ്പം ബാലരാമപുരത്ത് ഒപ്പം ചേരുകയാണ്. ശ്രീ ശിവദാസൻ, ചുരുങ്ങിയ വാക്കുകളിൽ. അങ്ങനെ എപ്പോഴും അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും പറയണ്ടോ? അന്നേരം പറയാം. പ്രതിസന്ധി മറികടക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ദുബായ് വിമാനത്താവളം തുറന്നു, പിന്നെ അമേരിക്കയിലുള്ള സൗദി തുറന്നു, എല്ലാവരും വിമാന സർവീസ് ഓക്കെ ആയി, പഴയപോലെ ആയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇനി ഇറാൻ രാജ്യങ്ങൾ ആക്രമിക്കില്ല. അതുകൊണ്ട് ഇനി ഗ്യാസിന്റെയും മറ്റേ പെട്രോളിന്റെയും വില കൂടിക്കൊണ്ട് പോകുന്ന എനിക്ക് വളരെ സംശയം അങ്ങനെ കൂടെ ചാൻസ് കുറവാണ് സാർ. പക്ഷേ ബന്ധുക്കളൊക്കെ സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോളും എല്ലാ സുഖം എല്ലാം ചോദിച്ചിട്ടുണ്ട്. മക്കൾ 2 ആൺമക്കൾ ദുബൈയിലുള്ളവർക്ക് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവരെ വിളിച്ച് 2 പയ്യന്മാർ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. മറിയം സ്റ്റേറ്റ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ ഇവിടെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നിസ്സാരങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഇറാനെ ഒതുക്കാന്ന് പറഞ്ഞാല് വ്യാമസാനമാർക്ക് അടിച്ചു ഒതുക്കാൻ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അതിന് അല്ലാതെ വേറെ സാധിക്കില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ യുദ്ധവിവരങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഇറാനിൽ ടെഹ്റാനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഭീകരമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഭീകരമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. നേരത്തെ ഇറാനിൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ പറഞ്ഞത് തങ്ങൾ
ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ആക്രമിക്കില്ല, അതിൽ ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിരുപാധിക കീഴടങ്ങൽ എന്നത് തൻ്റെ ബുക്കിലില്ല എന്ന തരത്തിൽ. നിരുപാധികമായി കീഴടങ്ങൽ എന്നതില്ല, തങ്ങൾ തിരിച്ച് ആക്രമിക്കും എന്നതാണ്. അമേരിക്കയെ തിരിച്ചാക്രമിക്കും, നിരുപാധികമായി കീഴടങ്ങുന്ന ഒരു സാഹചര്യമില്ല. സ്വപ്നങ്ങൾ ശവകുടീരങ്ങളിലേക്ക് കൊണ്ടുപോകും, എന്നാലും നിരുപാധികമായ കീഴടങ്ങൽ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ. ഓക്കെ, അപ്പോൾ ഈ അൽ ദഫ്ര എയർബേസ് UAE-യിൽ ആക്രമണം നടന്നിരിക്കുന്നു. അവിടെ അൽ ദഫ്ര എയർബേസിൽ അമേരിക്കയുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെൻറ്ററും ആണ് പ്രവർത്തിക്കുന്നത്. വാർണിംഗ് റഡാറുകൾ, ഫയർ കൺട്രോൾ റഡാറുകൾ പ്രവർത്തിക്കുന്നു. അവിടേക്കാണ് ആക്രമണം നടന്നത് എന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. അതേസമയം ഈ ലെബനനിൽ മരണസംഖ്യ 26 ഉയർന്നിരിക്കുന്നു. ലെബനനിലെ നബിച്ചിറ്റിൽ ആണ് ഇന്ന് ഇസ്രയേലിൻ്റെ എയർ അറ്റാക്ക് ഉണ്ടായത്. അവിടെ ഈ ബേക്ക വാലി താഴ്വരയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 26 ഉയർന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നു. ചന്ദ്രൻ നായർ, ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഊർജ്ജ പ്രതിസന്ധി ഒരു ആശങ്ക നൽകുന്നുണ്ടോ? സാർ നമസ്തേ സാർ. സാറ് നമ്മൾ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണോ അല്ലേ എന്നൊരു കാരണമല്ല. ഏതായാലും ഗ്യാസിന് വില കൂടി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഭാഗമായിട്ട് ഡീസലിനും പെട്രോളിനും വില കൂടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഗ്യാസിന് വില കൂടി കഴിഞ്ഞു സാർ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രതിസന്ധിയിലേക്ക് വരാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഏതായാലും ഷിജു എന്നോട് പറയുന്നു, ഓക്കെ, LPG സിലിണ്ടറിൻ്റെ വില 60 രൂപ കൂടിയത് കാര്യം പറയുന്നു. കൂടി എന്ന് പറയണം എന്ന് പറയുന്നു. ന്യൂസ് 18 വാർത്തയിൽ പൊതുവേദി അവതരിപ്പിക്കുന്നതിൽ എനിക്കിഷ്ടം മനുചേട്ടനെയാണെന്ന് അഭിജിത്ത്. ഓക്കെ, താങ്ക് യു അഭിജിത്ത്. ഇതൊക്കെ ഒരു അംഗീകാരമാണ് കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ അഭിജിത്ത് 1188 എൻ്റെ എല്ലാവിധ ആശംസകളും അഭിജിത്തിനുണ്ട്. എൻ്റെ 100 കണക്കിന് സ്നേഹാശംസകൾ ഞാൻ അഭിജിത്തിന് നൽകുകയാണ്. അഭിജിത്ത് എനിക്ക് ഏറ്റവും അഭിജിത്തിന് ഇഷ്ടമായ കാരണം അഭിജിത്തിൻ്റെ ഒരു ചിത്രമായി വെച്ചിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ പതാകയാണ്. അപ്പോൾ ഒരു ദേശഭക്തനാണ്. അപ്പോൾ നമ്മുടെ പാട്രിയോട്ടിസം നമ്മുടെ ഞരമ്പുകളിലൂടെ ഓടുന്നതാണ്, നമ്മുടെ ദേശാഭിമാനം. ഓക്കെ, കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മിട്ടു വ്ലോഗ് പീതാംബരനെ അധിക്ഷേപിക്കുന്നുണ്ട്. ഗ്ലാഡിയേറ്റർ പറയുന്നു, ഇവിടെ എല്ലാം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു ഇറാൻ കപ്പൽ കൊച്ചിയിൽ അടുപ്പിച്ചത് ആരും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അതാണ് മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം. ഇറാനിൽ നിന്ന് വന്ന ഒരു പടക്കപ്പൽ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ നേവൽ ഷിപ്പ് ആണ് ലവാൻ ഇവിടെ കൊച്ചി തുറമുഖത്തെത്തിയിരിക്കും. സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണം. സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തങ്ങൾക്ക് കൊച്ചി തുറമുഖത്ത് അടുപ്പിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി അവസാനം 28 ഈ ആവശ്യം അവർ ഉന്നയിച്ചത്. അതിന് നമ്മുടെ ഇന്ത്യ രാജ്യം അതിന് അംഗീകാരം നൽകുകയും പിന്നീട് മാർച്ച് 4 നമ്മുടെ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടാൻ കപ്പലിന് കഴിയുകയൊക്കെ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഉള്ള സാഹചര്യമാണ് അവിടുന്ന് വരുന്നത്. അപ്പോൾ എന്നോട് വിജയമോഹനൻ നായർ എന്നോടൊപ്പം ചേരുന്നു. മനുസാർ, പെരുമ്പളം ദ്വീപിലെ 12,000-ഓളം മനുഷ്യർക്ക് മോചനം കിട്ടിയ ദിവസം അതൊന്ന് ചർച്ചയാക്കാമായിരുന്നു. അത് നമ്മൾ രാവിലെ തൊട്ട് ഫുൾ ടൈമായി വാർത്ത ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ മനുഷ്യരുടെ സന്തോഷം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയുള്ള പാലങ്ങൾ എങ്ങനെ മാറ്റത്തിൻ്റെ മുഖമാകുന്നു എന്നത് നമുക്ക് നേരത്തെ അറിയാം. ഒരു പാലം വരുമ്പോഴേക്കും ആ നാട് നമ്മുടെ പൊതുധാരിയുമായി അത് ചേരുകയാണ്, ആ ശൃംഖലയിലേക്ക് വരികയാണ്. അവിടെ പുതിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വരുന്നു, വ്യവസായങ്ങൾ വരുന്നു, ആളുകൾക്ക് കൂടുതൽ ജീവിതം അവരുടെ നിലവാരം ഉയർത്താൻ കഴിയുന്നു. അങ്ങനെ എല്ലാ പാലങ്ങളും ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രയാണ പാതകൾ തന്നെയാണ്. അപ്പോൾ ഇത് 1200-ഓളം മനുഷ്യരുടെ അല്ലെങ്കിൽ 12,000-ഓളം മനുഷ്യരുടെ മോചനത്തിന് വഴിവെച്ച ഈ പെരുമ്പളം ദ്വീപിലെ പാലം ഒട്ടും പ്രാധാന്യം കുറഞ്ഞൊന്നല്ല. നമ്മളതുകൊണ്ട് അത് രാവിലെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. നമസ്കാരം മനു, ന്യൂസ് 18, യുവർ പെർഫോമൻസ് ഈസ് നൈസ് ആൻഡ് ഗുഡ്. സതി ബാബുരാജിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു പ്രേക്ഷകയാണ്. അവരും സതി ബാബുരാജ് അവരുടെ ഭർത്താവും നമ്മുടെ പൊതുവേ സ്ഥിരം പ്രേക്ഷകരാണ്. അപ്പോൾ എനിക്ക് ആശംസകളും എന്നെ ഇടയ്ക്ക് പൂഴ്ത്തുമൊക്കെ ചെയ്യുന്നുണ്ട്. സന്തോഷം. വിജയകുമാർ പട്ടാമ്പിയിൽ നിന്ന് ചേർന്നു. വിജയകുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ ഈ എണ്ണ പ്രതിസന്ധി വിജയകുമാറിനെ ബാധിക്കുന്നുണ്ടോ? ഇപ്പൊ ബാധിക്കുന്ന ഒട്ടേറെ ബാധിക്കലോ, കൂടുതൽ എല്ലാവരും ബാധിക്കുന്നതാണല്ലോ പൊതുവെ. അത് യുദ്ധം പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ യുദ്ധം നിർത്തണം എന്നാണ് ഇപ്പൊ ജനങ്ങളെല്ലാവരും എല്ലാ ജീവനുകളെയും രക്ഷിക്കാന്നാണല്ലോ നമ്മുടെയൊക്കെ നയം. പിന്നെ മറ്റൊരു കാര്യം, അത് കുറച്ച് സാങ്കേതികത്വം ഉള്ളതാണ്. ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ സൈന്യത്താവളങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് എന്തിനാന്ന് മനസ്സിലായില്ല. അതോ ഭീഷണി എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ഇപ്പൊ ഈ അമേരിക്കൻ നിലപാടിനോട് കടുപ്പിച്ച് അയൽ രാജ്യങ്ങളോട് ഇപ്പൊ ക്ഷമ ചോദിക്കുകയാണ് ഇറാന്റെ പ്രസിഡന്റ്.
കാരണം അങ്ങോട്ടേക്ക് അറ്റാക്ക് ഇനി ചെയ്യില്ല. രാജ്യങ്ങളെ അവർ ആക്രമിച്ചില്ല, അയൽ രാജ്യങ്ങളെ സൈനിക താവളങ്ങളെ കാര്യമായിട്ട് ആക്രമിച്ചത്. അയൽ രാജ്യങ്ങളെ ആക്രമിച്ചില്ല, സത്യം അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ സൈനിക താവളങ്ങൾ ഇവിടെ ശരിക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അത് ഇവിടുന്ന് ആ സ്ഥലങ്ങളിലൊക്കെ മാറ്റേണ്ടതല്ലേ? അമേരിക്ക മാറ്റില്ല, അത് മറ്റു രാജ്യങ്ങൾ ഇടപെട്ട് മാറ്റിക്കണം. ശരി, അപ്പൊ നിരുപാധികം കീഴടങ്ങണമെന്ന അമേരിക്കയുടെ ആവശ്യം അവർ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകേണ്ട സ്വപ്നമാണ് എന്നാണ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിരുപാധികം കീഴടങ്ങില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ലത്തീഫ് എന്നോടൊപ്പം ചേരുന്നത് കുന്നിക്കോട് നിന്നാണ് അല്ലേ? അബ്ദുൽ ലത്തീഫിന് ടെലിഫോൺ എന്തോ സംഭവിച്ചു. ഓക്കെ, രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു വൈറ്റ് ലൈനിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ഇതിപ്പോ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിൽക്കുന്ന ഘട്ടത്തിലേക്കാണ്. കാരണം പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാരമായ ഫോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചതോട് ഇന്ത്യയിലേക്കുള്ള പെട്രോളും ഇപ്പൊ ഈ പറഞ്ഞ ഗ്യാസ് ഇതൊക്കെ വരുന്ന കാര്യത്തിലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഷോർട്ടേജ് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഈ യുദ്ധം നീണ്ടുപോയാല് പ്രശ്നങ്ങളാവും. ഇനി ഗ്യാസും കിട്ടാണ്ടാവും, അതുപോലെ പെട്രോളും അതെ, പെട്രോളൊക്കെ വില കയറും, പെട്ടെന്ന് തന്നെ കയറും. ഇനിയിപ്പോ ഈ പ്രതീക്ഷ പോലെയൊന്നും അല്ല, മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം യുദ്ധം നിൽക്കും, യുദ്ധം അവസാനിക്കൂല. അതേ വിധത്തിലാണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, അങ്ങ് ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ ഈ സാഹചര്യം എങ്ങനെ ഉരുത്തിരിയുമെന്നാണ് അങ്ങ് ആശങ്കപ്പെടുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ ഒരു കാഴ്ചപ്പാടില് ഇപ്പോ റഷ്യ കൂടി ഇടപെട്ട്, എന്തായാലും അവർക്ക് മൗനമായിരിക്കാൻ കഴിയില്ല ഏറെ കാലം. റഷ്യ കൂടി ഇടപെട്ട് അറബ് രാജ്യങ്ങളായിട്ട് സംസാരിച്ച്, ഇറാനുമായിട്ട് സംസാരിച്ച്, അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടും ബന്ധപ്പെടും, എന്തായാലും ബന്ധപ്പെടും, ഇസ്രായേലുമായിട്ടൊക്കെ സാധ്യമായ രീതിയിൽ ഇടപെട്ട് അധികം വൈകാതെ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെ ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സ്പെഷ്യൽ കോർഡിനേറ്റർ ഫോർ ലെബനൻ പറയുന്നത്, ജനീൻ ഹെന്നീസ് വ്യക്തമാക്കിയിട്ടുള്ളത്, ലെബനനും ഇസ്രയേലും ഒരു പരസ്പരമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം. അതിനുശേഷം ഈ ശത്രുത വെടിയാനും അവരുടെ ഈ പ്രശ്നങ്ങൾ, ഈ ഇറാൻ ഹെസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കാനും തയ്യാറാകണം എന്ന് അവർ പറയുന്നു. അപ്പോൾ പ്രത്യേക ഐക്യരാഷ്ട്രസഭയുടെ സ്പെഷ്യൽ കോർഡിനേറ്ററാണ് ലെബനനിലേക്കുള്ള ജിനി ഹെന്നീസ്. അപ്പോൾ ജിനി ഹെന്നീസ് അവർ പറയുകയാണ്, ആസ് ബാഡ് ആസ് തിങ്സ് ആർ ടുഡേ ദേ ആർ സെറ്റ് ടു ഗീവ് ഈവൻ വേർഡ്സ്. അപ്പോൾ ഇന്നത്തേക്കാൾ നാളെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും എന്നാണ് ഈ പ്രത്യേക സ്പെഷ്യൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ഈ വനിത വ്യക്തമാക്കുന്നത്. ടോക്സ് ബിറ്റ്വീൻ ലെബനൻ ആൻഡ് ഇസ്രായേൽ ക്യാൻ ബി എ ഗെയിം ചേഞ്ചർ എന്നാണ് പറയുന്നത്. ഒരു ഗെയിം ചേഞ്ചറായി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി ഒരു ഭാവി തലമുറകൾക്ക് വേണ്ടി ഈ ഒരു ചർച്ച നടത്തണം. ഈ ഒരു നൈറ്റ്മെയറിലൂടെ നമ്മൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ദുരന്ത നിമിഷത്തിലൂടെ കടന്നു പോകാതിരിക്കാനുള്ള ഒരു ദുസ്വപ്നത്തിലൂടെ കടന്നു പോകാതിരിക്കാനുള്ള ഒരു നീക്കം നടത്തണം എന്നവർ അപേക്ഷിക്കുകയാണ്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ എന്നോട് അതായത് ഇറാന് വാശിയും വൈരാഗ്യവും ഒക്കെ അതിന്റെ ശരിതെറ്റുകൾ നോക്കാതെ കുറച്ചൊന്ന് മയപ്പെട്ട് തൽക്കാലം ബാക്കിയുള്ള ദുരന്തങ്ങളും കൂടി ഒഴിവാക്കാനുള്ള ഒരു ബുദ്ധി, വിവേകം കാണിക്കണമെന്ന് ഒരു ഇതുണ്ട്. അതിന്റെ ന്യായം നോക്കിയിട്ടല്ല ഞാൻ പറയണത്, അതും കൂടി എനിക്ക് പറയാനുണ്ട്. ശരി, വ്യക്തമാണ്. അപ്പോൾ ബാലകൃഷ്ണൻ വടകര കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര, വലിയൊരു പ്രതിസന്ധിയെ നമ്മളും അഭിമുഖീകരിക്കുകയാണ്. നമ്മൾ ഇറക്കുമതിയെ പ്രധാനമായി ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. ഇത് ഇറക്കുമതി ചെയ്ത് നമുക്ക് മതിയാകൂ. റഷ്യയിൽ നിന്ന് കുറെ കൂടി എണ്ണ വാങ്ങിക്കാനൊക്കെ നമ്മൾ തയ്യാറാകുന്നു. പക്ഷേ പഴയ പോലെ കുറഞ്ഞ വിലയ്ക്ക് കാര്യങ്ങൾ കിട്ടില്ല. ചൈന അവിടെ കോമ്പീറ്ററായി വരുന്നുണ്ട്. അതുകൊണ്ട് പഴയ വിലയ്ക്ക് കിട്ടില്ല. സ്വാഭാവികമായും ഇത് ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുമെന്ന് ആശങ്കപ്പെടേണ്ടതുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിയും ഇന്ത്യ രാജ്യത്തില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് വിളിക്കുന്ന ഭൂരിഭാഗം പ്രേക്ഷകരും ഈ യുദ്ധം ഒന്ന് മൂർച്ഛിക്കണമെന്നാണ് ധരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എണ്ണക്ക് വില കയറുക, എന്നിട്ട് അതിന് ബുദ്ധിമുട്ടുക, എന്നിട്ട് നരേന്ദ്രമോദി ഒന്ന് ദുഷിക്കാലോ, അതിനുള്ളൊരു സമയം ഈ പ്രേക്ഷകരൊക്കെ പറയുന്നത്. ഇന്നലെ ഒരു കൃഷ്ണൻകുട്ടി സാർ പറയുന്നത് കേട്ടു, റേഷൻ പീടിയെ പോയി മണ്ണെണ്ണ വാങ്ങാൻ പോയും പോലെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എന്താ അറിയാം ഇതൊക്കെ? ആ റഷ്യയോട് ഒരു മാസത്തേക്ക് മേടിച്ചോളാൻ പറഞ്ഞ റേഷൻ പീടിയെ പോയി ക്യൂ നിന്നേക്ക് എന്താ ഇദ്ദേഹം സംസാരിക്കുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് പൊട്ടന്മാർക്ക് ലോകം അറിയില്ലേ? കമ്മ്യൂണിസ്റ്റ് പൊട്ടന്മാർ വിചാരിക്കുമ്പോൾ യുദ്ധമൊന്നും അങ്ങനെ നീണ്ടു നിൽക്കൂല.
ഇതൊക്കെ ലോക സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ പുറത്തുണ്ട്. ഇവര് യുദ്ധ കൊറിയന്മാരായി കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ തല്ലിച്ച് വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇവര് ഇവിടുന്ന് ശബ്ദിച്ചതുകൊണ്ട് എന്തുണ്ടാവാനാ? ഇവിടുന്ന് MP ഗോവിന്ദൻ പറഞ്ഞു ഇത് അവസാനിപ്പിക്കണം. ആരും ശ്രദ്ധിക്കുന്ന, ആരും മൈൻഡ് ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പിന്നെയല്ലേ ഗോവിന്ദൻ. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ അന്തംഗാമികളെ, ഈ പൊട്ടക്കലിന്റെ തവളയുടെ സ്വഭാവം ഒന്ന് മാറ്റണം. അതാ എനിക്ക് ദയവായിട്ട് പറയണം. അവര് യുദ്ധം പൊട്ടൂല. അവർ വിചാരിക്കുന്ന യുദ്ധം പൊട്ടി ഈ ബാലകൃഷ്ണൻ വടകര എല്ലാ ഘട്ടത്തിലും ഈ കമ്മ്യൂണിസ്റ്റുകാരെ ചീത്ത പറയുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഞാൻ അതിനെ പക്ഷേ ഇവിടെ അവരെന്ത് വിളിച്ചത്? കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു? എനിക്ക് സാർ ഒരു മിനിറ്റ്, എനിക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള അത്ര വിവരമൊന്നുമില്ല. ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞാല് ഒരു പ്രധാനമന്ത്രി, ഞാൻ അങ്ങ് പറഞ്ഞൊക്കെ സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ യുദ്ധത്തിൽ എന്താ പങ്ക്? ഞാൻ ചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പറഞ്ഞു. ഇവിടെ DYFI മലപ്പുറത്ത് ഒരു മുഹമ്മദ് വളരെ പ്രായമുള്ള ആൾ, അദ്ദേഹം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങണം. എവിടെ ഇറങ്ങണോ? ഇവർ തെരുവിലിറങ്ങുന്നത് ഏറെയും പറയുമ്പോൾ ഞങ്ങൾ തെരുവിലിറങ്ങും, ഞങ്ങൾ നേരിടും. അതുപോലെയാണോ ഇത്? ഇത് അവരുടേതായ തരത്തിൽ അവരോട് പ്രതിഷേധിക്കുന്നു. അവരുള്ള സ്ഥലത്തേക്ക് തെറ്റാണ് മോഡിയോട് ട്രംപ് കൽപ്പിച്ച് റേഷൻ കടയിൽ പോയി മേടിച്ചു വന്നു. എന്ത് വിവരക്കടയിൽ പറയുന്നത്? അത്ര വിവരം കേട്ട സർക്കാർ എന്നല്ല രാജ്യം ഭരിക്കുന്നത്. അതുപോലെ തന്നെ യുദ്ധമായിട്ട് നീണ്ടു പോകില്ല. ഇതൊക്കെ യുദ്ധ കൊതിയന്മാർ ഇതിനൊന്നും ആശിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ നരേന്ദ്രമോദിനെ ദൂഷിക്കാലോ. ഏതെങ്കിലും ഒരു വിധത്തിൽ എണ്ണക്ക് വില കയറിയാൽ നരേന്ദ്രമോദിയുടെ പിടിപ്പുകേടാണ്. ഇനി നരേന്ദ്രമോദി ഇസ്രായേൽ പോയിട്ട് പറഞ്ഞു കൊടുത്തതാണ് ഇസ്രായേൽ അടിക്കുക എന്നും അതും പറഞ്ഞു വരുത്തു പേര്. മനസ്സിലായോ സാർ? ഒറ്റക്കിണറ്റിലെ തവളകൾ കമ്മ്യൂണിസ്റ്റുകൾ. ഈ യുദ്ധത്തിൽ അവർക്കെന്താ പങ്കെന്ന് എനിക്കറിയാം. അവര് പറയുന്നത് ഞങ്ങൾ ഇറങ്ങുന്ന. അവര് പറഞ്ഞോ? ഒരു രാജ്യം ഭരിച്ചിട്ട് അവിടെ ഒരു സംസ്ഥാനം ഭരിച്ചിട്ട് വയറ്റ് കത്രിയായിട്ട് അവൻ സമാധാനം ഉണ്ടാക്കിയത്. ഇനി ഇവരാ രാജ്യം ഭരിക്കുന്നെങ്കിൽ യുദ്ധത്തിൽ ഇവരെ ഇടപെടുമായിരുന്നു. ഇതൊക്കെ ആര് വിശ്വസിക്കും? പൊട്ടക്കരട്ടിലെ തവളകൾ. അധികം പറഞ്ഞിട്ട് കാര്യമല്ലേ. ഇവര് ഇദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ ദൂഷിക്കണം. ഇവർക്ക് നരേന്ദ്രമോദി യുദ്ധമായിട്ട് എന്താ സാർ ബന്ധം? ശരി, ഓക്കെ, ഒരു ബന്ധം വേണ്ടേ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, രാജൻ പയ്യോളി എന്നോടൊപ്പം ചേരുന്നു. ഓക്കെ, ശ്രീ രാജൻ, ചുരുങ്ങിയ വാക്കുകൾ. ഗുഡ് ഈവനിങ്. എന്താണ് ശ്രീ രാജൻ, ഈ ഗ്യാസും ഊർജവും എണ്ണയും ഒക്കെ വില കൂടും എന്ന ആശങ്ക ഇനിയും ഗ്യാസിന് കൂടി മറ്റ് ഓയിലിനും ഒക്കെ ഇനി പെട്രോളിനും ഡീസലിനും ഒക്കെ വില വർദ്ധിക്കുമെന്ന ആശങ്ക ഉണ്ടോ? അതോ ഇനി ക്ഷാമം നേരിടേണ്ടി വരുമെന്ന ഭയം നമുക്ക് വേണോ ശ്രീ രാജൻ? ക്ഷാമം നേരിടേണ്ടി വരും എന്നുള്ള ഭയമല്ല, യുദ്ധം തീർക്കണം എന്നുള്ളതാണ്. നമുക്ക് രാഷ്ട്രീയം ഇതൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ആരെന്തോ ചെയ്യുന്നത് എന്തോ കളിച്ചോട്ടെ, നമുക്ക് യുദ്ധം തീരണം എന്നുള്ളതാണ്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലും ഇറാനും പിന്നെ അമേരിക്കയുമായിട്ട് നല്ല ബന്ധങ്ങളാ അല്ലേ? ഈ ബന്ധം വെച്ചിട്ട് നരേന്ദ്രമോദി എന്തു ചെയ്യണം? ഈ ബന്ധം വെച്ച് നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സഭയിലോ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ വെച്ച് ഇവരെ കൂട്ടി സംഭവിച്ചിട്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ട രീതികൾ കൈകാര്യം ചെയ്യണ്ടേ? അതിന് അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു, സമാധാനം തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കടലെടുക്കൽ തുറക്കും പൂട്ടും എന്ന് പറയുന്ന മാതിരി അവിടുന്ന് ഇന്ധനം വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ക്ഷാമം ഉണ്ടാവും. റഷ്യ ഇറക്കാൻ വേണ്ടിയിട്ട് അമേരിക്കേന്റെ പിടിപ്പുകേട് അമേരിക്ക വല്ലാതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? അമേരിക്ക ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യും. അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഇന്ത്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ അമേരിക്ക അവിടെ വെച്ചിട്ട് അമേരിക്കൻ്റെ ഇന്ധന വില കൂടുന്നുള്ള നമുക്ക് ഉറപ്പാ. ഇന്ധന വില ഇപ്പൊ ഗ്യാസിന്റെ വില കൂടി 60 രൂപ. ശരി, അപ്പൊ ഇത് പ്രധാനമന്ത്രി ആളുകളുമായി ചർച്ച ചെയ്യുന്നു. ഞാൻ നേരത്തെ നമുക്ക് അറിയാം ഇമ്മാനുവൽ മക്രോണുമായി ഇദ്ദേഹം വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അവിടെ സമാധാനവും ഐക്യവും തിരിച്ചു കൊണ്ടുവരാൻ സംവാദത്തിലൂടെ കഴിയും എന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞു. അദ്ദേഹം എക്സിൽ കുറിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഇക്കാര്യം പറയുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി? ആണോ? ഇപ്പൊ സാറേ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 2013 ഇന്ത്യയില് പെട്രോളിന് 35-45 വിലയുള്ളൂ. ഇന്നിപ്പം പെട്രോളിന് വിലയെത്ര സാർ? ഇത് യുദ്ധം ഉണ്ടായിട്ടാണോ? അന്ന് ശ്രീ രാജൻ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ജോലി സാറേ ഞാൻ സാധാ ഒരു കൂലി പണിയെടുത്ത് ജീവിക്കുന്നതാണ്. അന്നത്തെ ആ കാലത്തെ വരുമാനവും ഇപ്പത്തെ വരുമാനം ഇരട്ടിയായില്ലേ? എങ്ങനെ സാർ ഒരു കൂലി തൊഴിലാളികൾക്ക് വലിയ വരുമാനം ഇരട്ടിയായിട്ടുണ്ട്? അന്ന് കിട്ടിയിരുന്ന വരുമാനത്തിൽ നിന്ന് ഇരട്ടിയായില്ലേ? ഇരട്ടിയൊന്നുമില്ല. അന്ന് 750. 3 ഇരട്ടിയായി ഞാൻ വിചാരിക്കുന്നു. 3 ഇരട്ടിയായി. 13-26 3 ഇരട്ടിയായി. പിന്നെ സാധാരണ കൂലിക്കാരന് 2013 വരുമാനം ഇരട്ടിയായില്ല? ഇല്ല, ഒരിക്കലും ആയില്ല. ആണോ?
ഞാൻ വിചാരിക്കുന്ന അങ്ങനെയാണ് കേട്ടോ, എനിക്ക് തെറ്റിയതായിരിക്കും. വിളിച്ചിട്ട് ചോദിക്കും. പോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെക്കട്ടെ, ശരി, അങ്ങനെ ഇരിക്കട്ടെ സാറേ. നമ്മൾ പറയുന്ന അപ്പൊ ഇന്ന് കിട്ടുന്ന ഈ വരുമാനം 2013 തൊട്ട് കൂലി തൊഴിലാളികൾ കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. ഈ തുക 1200 മറ്റോ അല്ലേ? ശരി, ഓക്കെ, ഞാൻ തർക്കിക്കാനില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ശ്രീധരൻ പിള്ള, ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു ഉത്സവത്തിന്റെ തിരക്കിലായിരുന്നു, എന്നോട് പറയുന്നു കുറച്ച് ദിവസമായി വിളിച്ചിട്ട് എനിക്ക് സുഖം, മനുവിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. യെസ്, സുഖമാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ മുരളീധരൻ നായർ MN എത്തിയിട്ടുണ്ട്. നമസ്തേ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. മുരളീധരൻ നായർ MN 5782 എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ് അദ്ദേഹം. പിന്നെ ഇന്നും നമ്മുടെ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജയകുമാർ പറയുന്നു ഗ്യാസിന് വില വർദ്ധിപ്പിക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ പെട്ടെന്ന് കിട്ടി. മനു ഈസ് ദ മോസ്റ്റ് വെൽ ഗ്രൂംഡ് ആൻഡ് വെൽ ഡ്രസ്ഡ് ജേർണലിസ്റ്റ് ഇൻ ഇന്ത്യ. എൻ്റെ പൊന്നെ, അത് എഴുതുന്ന ആളുടെ പേര് ചാണകം വന്ന കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്നെ അഭിനന്ദിക്കുക. എനിക്ക് ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് ആരയച്ചാലും പേര് ചാണകം എന്നാണ് ഇതിലുള്ളത്. എന്നാലും ഞാൻ പറയുന്നതേ, പേര് എന്താണെന്ന് എനിക്കറിയില്ല, പേര് എഴുതിയാൽ ഞാനത് വായിക്കാം. അപ്പോൾ എനിക്കിങ്ങനെ ഉള്ള അഭിനന്ദനങ്ങളൊക്കെ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. അത് ആര് നിന്നാലും. ഓക്കെ, ജയകുമാർ ഉണ്ട്. ക്രിസ് സംഗി എന്നോട് പറഞ്ഞു, ഹലോ മനു, ഹൗ ആർ യു, യുവർ പ്രോഗ്രാം ഈസ് എക്സലൻറ്റ് ആൻഡ് ഈസ് ആക്ച്വൽ പൊതുവേദി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ക്രിസ് സംഗി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. എന്നെ എപ്പോഴും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ മനു ഉണ്ടെങ്കിൽ മാത്രമേ പൊതുവേദി കാണൂ എന്നൊക്കെ ക്രിസ് സംഗി പറയുന്നത്. അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ല, നമുക്കെല്ലാം കാണാം. ഓക്കെ, മൊൻസ KK പറയുന്നത് ഈ മോദി പറഞ്ഞാൽ ആര് കേൾക്കാൻ, അമേരിക്ക പേടിച്ച് നിർത്തിയ മോദി വായ തുറക്കില്ല എന്നാണ് മോൺസാക്കിൻ്റെ ആക്ഷേപം. ബാലകൃഷ്ണ ഒരു കാര്യം മനസ്സിലാക്കൂ, കമ്മ്യൂണിസ്റ്റുകൾ യുദ്ധങ്ങൾക്കെതിരാണ്. ഞാൻ വിളിക്കാൻ നോക്കുന്ന ലൈൻ കിട്ടിയാൽ ബാക്കി അപ്പോൾ പറയാവുന്നത്. അപ്പോൾ ബാലകൃഷ്ണൻ വടകര, താങ്കൾക്കെതിരെ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്, അതിന് ഫോൺ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കേരളത്തിലുള്ള സഖാക്കളെയും കോൺഗ്രസ്സുകാരെയും കൂട്ടി അമേരിക്കയിലോട്ട് വിട്ട പ്രശ്നം പരിഹരിക്കൂ എന്ന് ബാബു നായർ പറയുന്നു. ഗോഡ് ആൻഡ് മാൻ പറയുന്നു. ഓക്കെ, എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ എന്നോടൊപ്പം അടുത്ത ശശി തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സജി ശ്രീ സജി തൃശ്ശൂരിൽ എവിടെയായിരുന്നു സ്ഥലം? കുറുക്കഞ്ചേരി. കുറുക്കഞ്ചേരി ഞാൻ ചോദിച്ചിട്ടുണ്ടെന്നു. ശരി, ചുരുങ്ങിയ വാക്കുകൾ. എനിക്ക് പറയാനുള്ളത്, ഈ $55 ബാരലിന് കിട്ടിയിരുന്ന ക്രൂഡ് ഓയിൽ നമ്മൾ ഈ $85 ഇപ്പൊ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടി 150 എത്തുമെന്ന ആശങ്കയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. $55 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന റഷ്യയിൽ മോദി വന്ന് അത് മാറ്റി ഇപ്പം $85 ഇപ്പൊ മേടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അത് അതൊക്കെ കൂടി 120 എത്തുമെന്നാ പറയുന്നത്. ശരി, അപ്പൊ സമയം കഴിഞ്ഞു. ഓക്കെ, അടുത്ത വേം പറയൂ. ഒരു ബാരൽ ക്രൂഡ് ഓയില് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ 75 ലിറ്റർ പെട്രോൾ കിട്ടും. 75 അത് കണക്കൊക്കെ അറിയാം. അങ്ങ് ഇത് കാര്യത്തിലേക്ക് വരുന്നു. കണക്കൊക്കെ അറിയാലോ. അപ്പൊ എത്ര രൂപ ലാഭം കിട്ടുന്നത്? ലാഭം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനല്ലേ, രാജ്യം അത് നൂതന സാങ്കേതിക സംവിധാനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യല്ലേ, അങ്ങനെയല്ലേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നത്, അതല്ലേ രാജ്യം പല സ്ഥലത്ത് നിക്ഷേപിക്കുന്നത്, അങ്ങനെയല്ലേ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പൊ രാജ്യത്തിന് നികുതി പോകുന്നതിന് ഒരുപക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോകല്ലോ, നികുതിയായി രാജ്യത്തിന് കിട്ടുകയല്ലേ. അത്രയും വലിയ നികുതി കിട്ടുമ്പോൾ അത് നിക്ഷേപിക്കാൻ രാജ്യത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു, അത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, അങ്ങനെയല്ലേ? അയ്യോ, അംബാനി അദാനി കൊണ്ടുപോകല്ലേ അത്? അംബാനി അദാനിയും കൊണ്ടുപോകണോ? ഈ നികുതിയല്ലേ വർദ്ധിക്കുന്നത്, അല്ലാതെ പെട്രോളിന്റെ പൈസ വർദ്ധിപ്പിച്ചു കൊടുക്കില്ല. അതായത് കേന്ദ്ര സർക്കാർ നികുതി വർദ്ധിപ്പിക്കുന്നു, സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിക്കും. ഇപ്പൊ നമ്മളിപ്പോ വലിയ പാലമൊക്കെ ഉദ്ഘാടനം ചെയ്തില്ലേ, ഇതൊക്കെ എവിടുന്ന കാശ് വരുന്നത്? ജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി കിട്ടുകയാണ്, അത് ലാഭമായിട്ട് ആരെങ്കിലും കൊണ്ടുപോവല്ല. ന്യായമായ വിഹിതം നമുക്ക് കിട്ടുന്നതൊക്കെ ശരിയാണ്. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമായിരുന്നു. അപ്പൊ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പെട്രോളിന് വില കൂടുമ്പോൾ അത് വിൽക്കുന്ന ആൾക്ക് കിട്ടുമെന്നാണ്. പെട്രോളിന് വില കൂടുന്നത് നികുതി കൂട്ടുമ്പോഴാണ്. നികുതി കൂട്ടുന്നത് സർക്കാരിലേക്കാണ് പോകുന്നത്. അത് കേന്ദ്ര സർക്കാർ ആയാലും സംസ്ഥാന സർക്കാർ ആയാലും ആ നികുതി സർക്കാരിലേക്കാണ് പോകുന്നത്. അത് കൂട്ടുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന വാദത്തോടെ ഞാൻ യോജിക്കുന്നു. പക്ഷെ ആ നികുതി ഏതെങ്കിലും വ്യക്തിയോ അത് വിൽക്കുന്ന സ്ഥാപനമോ കൊണ്ടുപോവുകയല്ല, അത് സർക്കാരിലേക്കാണ് പോകുന്നത്. ഇതങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. വില കൂടി മേടിക്കണ്ടല്ലോ. $55 കിട്ടിക്കൊണ്ടിരുന്ന സാധനം നമ്മൾ $85 മേടിക്കണോ? അതേന്നെ, അതാ ഞാൻ പറയുന്നത്. അങ്ങ് ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ എനിക്കത് മനസ്സിലാക്കും. $55 കിട്ടുന്ന സാധനം ഇവിടെ വില കൂട്ടി വിറ്റ് അതിന്റെ അത് ആ വിൽക്കുന്ന കമ്പനിക്കല്ല അതിന്റെ പൈസ കിട്ടുന്നത്, ആ പൈസ കിട്ടുന്നത് സർക്കാരിനാണ്. അല്ല,
$55 $85 എത്ര വ്യത്യാസമുണ്ട്? $30 പിന്നെ ഇത് പിന്നെ അങ്ങ് പഴയ ഒന്നിലേക്ക് തന്നെ പോയാൽ എങ്ങനെയാണ്? ഞാൻ ചോദിക്കുന്നത്, ഈ പൈസ ആർക്കാണ് പോകുന്നത്? കേന്ദ്ര സർക്കാരിനാണോ? കേന്ദ്ര സർക്കാരിനാണ് പോകാൻ. ആ പൈസ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ സാർ ന്യായമായിട്ടും അത് ഈ സാധനം ഇറക്കുമതി ചെയ്യുന്നത് ആരാ? ഞാൻ ചോദിക്കുന്നത്, ഈ പൈസ എന്ത് ചെയ്യുന്നു? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ആരാ? അവർക്കാണോ ഈ പൈസ മുഴുവൻ പോകുന്നത്? ഈ കൂടിയ പൈസ കിട്ടുന്നത്? ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചോദിക്കുന്നത് സജി, ഈ പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്കാണോ ഈ കൂടിയ വില പോകുന്നത്? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഒക്കെ ഉണ്ടല്ലോ, അവർക്കാണോ പോകുന്നത്? അതോ ഈ നികുതി ഇനത്തിൽ സർക്കാരിനാണോ പോകുന്നത്? അങ്ങ് എന്താ മനസ്സിലാക്കിയത്? ഞാൻ പറഞ്ഞു സർക്കാരിന് കിട്ടുന്നുണ്ട്. സർക്കാരിനാണ് ഏറ്റവും വലിയ തുക പോകുന്നത്. ഈ ടാക്സ് എന്ന് പറഞ്ഞ് ഈ മുഴുവൻ പൈസയുടെയും 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ അതിൽ 60 രൂപയും പല പല സർക്കാരുകൾക്കാണ് പോകുന്നത്. അല്ല, സർക്കാരിന് നഷ്ടമല്ലേ ഈ $30 വെച്ച് ഒരു ബാലൻസ് നഷ്ടമല്ലേ? അതെ, അത് സർക്കാരിന് ലാഭം ഉണ്ടാകുമ്പോൾ സർക്കാർ അത് സ്വാഭാവികമായി നിക്ഷേപിക്കും. എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഈ സൈനികർ നമ്മുടെ സാമ്പത്തിക, എന്റെ പൊന്ന് സജി, ഈ സജി ഇതൊക്കെ ഇത് അറിയാത്തത് കൊണ്ട് പറയുകയാണത്. ഇതിങ്ങനെ എവിടെന്നെങ്കിലും പഠിച്ചു വെച്ച് പറയാണ്. നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കൊക്കെ പൈസ ചെലവാക്കുന്നതൊക്കെ എവിടെ നിന്നാണെന്നാണ് സജി വിചാരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് സജി, ഒരു മിനിറ്റ് സജി ഇത് കേൾക്കൂ. നമ്മുടെ നാടിന്റെ സുരക്ഷാ സംവിധാനം ഉണ്ടല്ലോ, സൈനികർ, ഇത്രയും വലിയ സൈനികർ, അതുപോലെ നമ്മൾ പലതരം ഇപ്പോൾ ബഹിരാകാശത്തേക്ക് പലതരം ഗവേഷണ സംവിധാനങ്ങൾ നടത്തുന്നു, അതുപോലെ ഒട്ടനവധി പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം തുടങ്ങിയ 100 കണക്കിന് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന പൈസ എവിടെ നിന്നാണ് വരുന്നതെന്ന് താങ്കൾ വിചാരിക്കുന്നത്? സജി ഇത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് എവിടെ നിന്നാണ്? അയ്യോ സാർ, നമ്മൾ പറയണേ വികസിത രാജ്യവും ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ രാജ്യം അല്ല, അങ്ങനെ പറയണേ. അല്ല, ഞാൻ ചോദിച്ചതിന് അങ്ങ് മറുപടി പറയുന്നില്ല. അങ്ങ് ചോദിക്കാത്ത കാര്യത്തിൽ ഇത് അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്കും അതുപോലെ വികസന പരിപാടികൾക്കും ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നതും ഒക്കെ എവിടെ നിന്നുള്ള പൈസ എടുത്താണ് കൊടുക്കണം എന്നാണ് ശ്രീ സജി ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഞാനും നികുതി കൊടുക്കുന്നുണ്ട്. നികുതിയിൽ നിന്നാണ്. ഞാൻ പറയുന്നത് ആ നികുതിയാണ് വർദ്ധിക്കുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ അതിന്റെ ഭാരം ജനങ്ങളിലേക്ക് വരുന്നു. അപ്പൊ ജനങ്ങൾക്ക് പരമാവധി നികുതി കുറച്ചു കൊടുക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ബാലൻസ്ഡ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഇപ്പൊ സജി പ്രചരിപ്പിക്കുന്നത് എന്താണ്? സജി വളരെ തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിക്കുകയാണ്. സജി ഇത് കേൾക്കൂ. സജി പറയുന്ന ഒരു കാര്യത്തിലെ വളരെ തെറ്റായ ഒരു കാര്യം, ഈ നികുതി സർക്കാർ ഇതിന്റെ നികുതി സജി ഇത് കേൾക്കൂ. ഒന്നില്ലെങ്കിൽ ഇത് കേൾക്കൂ. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, അത് കേൾക്കൂ. നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അത് ആ ഉടമയ്ക്കല്ല കിട്ടുന്നത്, അത് വിൽക്കുന്ന ആൾക്കല്ല കിട്ടുന്നത്. നികുതി വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാരിന്റെ ഖജനാവിലേക്കാണ് പോകുന്നത്. ഇത് വളരെ ബേസിക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒരാൾ പറയുന്നത് കേൾക്കില്ല എന്ന് കരുതി ഇങ്ങനെ ഇത് പണക്കാർക്ക് പോവുകയാണ്, അവർക്ക് പോവുകയാണ്, ഉടമയ്ക്ക് പോവുകയാണ്, മുതലാളിക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനിപ്പോൾ അതിനെന്താ മറുപടി പറയാ? ഈ നികുതി, ഇതിന് വില കയറ്റുന്ന സർക്കാർ നികുതിയാണ് കയറ്റുന്നത്. അത്രയും. ശരി, അജിത്ത് കൊല്ലത്ത് നിന്ന്. ഇത് മനസ്സിലാകാത്ത ആളോട് ഇത് പറഞ്ഞിട്ട് കാര്യം. അജിത്ത്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. കാര്യം എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, നമ്മളിപ്പോ പല യുദ്ധങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനായിട്ട് ചെയ്യുന്നുണ്ട്, ചൈനയുമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയൊക്കെ കൊല്ലാൻ പറ്റുമോ? ഹലോ, ഇറാൻ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെ ഇറാനിൽ നടന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അതല്ലേ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഒരു രണ്ടാമത്തെ ദിവസം തന്നെ ഒരു പ്രധാനമന്ത്രി കൊന്നു. ഈ യുദ്ധത്തിന്റെ ഒരു വലിയൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടില്ലേ? എനിത്തിങ് ഇസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്നുള്ളതാണ്. അപ്പൊ പ്രണയത്തിലും യുദ്ധത്തിലും നിയമങ്ങളൊന്നും ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ യുദ്ധം തുടങ്ങിയാൽ സ്വാഭാവികമായ ആക്രമണം ഉണ്ടാകും. നിയമങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഒരു ചർച്ചയ്ക്ക് പോകുന്ന യുദ്ധക്കപ്പലോട്ടാണോ തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ല, ഒരു 80 പെൺകുട്ടികൾ, കുഞ്ഞുങ്ങൾ മരിച്ച്, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഭാര്യയും മക്കളും ഒക്കെ മരിച്ചിട്ട് ഈ നാട്ടിൽ ഒത്തിരി ആൾദൈവങ്ങളുണ്ടല്ലോ, ഇവരാരെങ്കിലും എന്തെങ്കിലും ഇടുന്നുണ്ടോ? ഈ 80 കുട്ടികൾ മരിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നുള്ളത് ഇന്നും എന്നെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്ക് മാധ്യമങ്ങളിൽ നിന്ന് പോലും ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ കാരണമെന്ന് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. ഇതെന്ത് കാരണം കൊണ്ടായാലും ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെയാണ് കൊന്നിരിക്കുന്നത്. അത് യുദ്ധം തുടങ്ങി 2ാമത്തെ ദിവസം
അതെ, അതിന് അമേരിക്ക ഒരു കാരണം പറയും. നമുക്കിപ്പോൾ ആ കാരണത്തിൽ എത്ര ന്യായമുണ്ടെന്ന് നമുക്കറിയില്ല. അത് അവർ പറയുന്നത് ന്യൂക്ലിയർ ആണവ ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത് അമേരിക്കയെ നേരെ തിരിയുന്നു, ട്രംപിനെ വകവരുത്താൻ ശ്രമിക്കുന്നു, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അങ്ങനെ 100,000 കാര്യം പറഞ്ഞാണ് കുറ്റാരോപണം. അത് എത്ര ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാനത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, ശരി. സമയമില്ല. അടുത്ത ആൾ പ്രദീപ് ഇടുക്കിയിൽ നിന്ന്. പ്രദീപ് ആ മറ്റേ കുറച്ചും മുമ്പ് വിളിച്ച പുള്ളിക്കാരന് മറ്റേ ഉഗാണ്ടയിൽ എണ്ണപ്പാടമുണ്ടെന്നോ ഇവിടെ സംസാരം കേട്ടാല്. എന്ത് പറഞ്ഞാലും അംബാനിയുടെ അദാനിയുടെ മുഖത്ത് അവരെ 10,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനി അത്. അവര് പൈസ ഉണ്ടാക്കണം, ഇവനൊക്കെ എന്തിനാ ഇത്ര അസൂയ? അംബാനി അദാനിയും കാശുണ്ടാക്കുവാന്ന്. ഈ കേരളത്തിലെ ആൾക്കാർക്ക് അവരെ കാണും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൈസ ഉള്ളവരും പണിയൊക്കെ കണ്ട ഭയങ്കര ബുദ്ധിമുട്ട്. ഇവർ ഈ പറ്റിച്ച് നടക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളവർ. പിന്നെ ഇന്ത്യയുടെ കയ്യില് 4,000 കോടി ലിറ്റർ എണ്ണ ഉണ്ടെന്നാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. വലിയ സാമൂഹ്യം. പിന്നെ 50 രൂപ ഗ്യാസിന് കൂടിയത് അത് ഈ യുദ്ധം കാരണമൊന്നുമല്ല, അത് യാദൃശ്യമായിട്ട് കൂടിയേക്കണം. അതുമായിട്ട് ആരും ബന്ധമില്ല. ശരി, അപ്പൊ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായമൊക്കെ വ്യക്തമാണ്. ശരത്ത് ബാലരാമപുരത്ത് നിന്ന് എന്നോടൊപ്പം. ശരത്ത് അങ്കമാലി. ശരത്തെ നമസ്കാരം. നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ ഈ ചർച്ചയിലെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ആഗോള ഊർജ പ്രതിസന്ധിയാണ്. നിങ്ങൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിട്ട് പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും അദാനിയെയും അംബാനിയെയും ജനങ്ങളെ കൊണ്ട് ചീത്ത പറയിക്കാൻ നോക്കണം. അവതാരകൻ അതിൽ ശക്തമായി ഇടപെടണം. പിന്നെ ആഗോള ഊർജ പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യയിലും അതിൽ ചെറിയതായിട്ട് ബാധിക്കും, അത് സത്യമാണ്. പക്ഷെ അതിനെ മറികടക്കാൻ ഞാൻ പറയട്ടെ കേൾക്കൂ. അതിനെ മറികടക്കാൻ ഇന്നത്തെ സർക്കാരുകൾക്ക് സാധിക്കും. പക്ഷെ ഇതിന്റെ പേരിൽ പലതും രാഷ്ട്രീയ പാർട്ടികളെ ഒരു നേരത്തെ വിളിച്ചൊരു മാന്യദ്ദേഹം പറയണ കേട്ടു, പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തെറി പറയണ കേട്ടു, അതുപോലെ അദാനിയും അംബാനിയും തെറി പറയണ കേട്ടു. ഇത് എല്ലാ സ്ഥലത്തും ബാധിക്കും. യുദ്ധത്തിന് ഞങ്ങൾ എല്ലാവരും എതിരാണ്. പക്ഷെ നിങ്ങൾ അതിനപ്പോ ചർച്ച വകതിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അതിന് സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ ചർച്ച എന്ന് വെച്ചാൽ ആഗോള ഊർജ പ്രതിസന്ധിയെ പറ്റിയാണ്, അല്ലാതെ പിണറായി വിജയനെയും മോഡിനെയും അംബാനിയെയും അദാനിയെയും തെറി പറയാനുള്ള ചർച്ചയല്ല ഇത്. നിങ്ങൾ ശക്തമായി ഇടപെടണം അതില്. അപ്പൊ എനിക്ക് പറയാനുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ 2 മാസത്തിനകം മോഡി ട്രംപിന് ചീത്ത വിളിക്കും, പിന്നെ ഇന്ത്യ അമേരിക്ക യുദ്ധം എല്ലാവരും തയ്യാറായിരിക്കുമെന്ന് ഗ്ലാഡിയേറ്റർ പരിഹസിക്കുന്നു. അപ്പോൾ മോദി പിന്നെ US പ്രസിഡന്റിനെ വിളിച്ച് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടണം എന്നൊരു പ്രേക്ഷകൻ പറഞ്ഞതിൻ്റെ പ്രതികരണമായിരിക്കാം ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോർഡൻ മാൻ പറയുന്നത് അപ്പോൾ എന്നോട് ഗോർഡൻ മാൻ പറയുന്നത് 2013 വെച്ച് 2026 ശമ്പളം കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പണപ്പെരുപ്പം ആയല്ലേ ഇവിടെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സ്വരാജ് എന്നോട് ഓക്കെ എന്ന് പറയുന്നു. ബേബി ഗാലക്സി എന്നോട് പറയുന്നു NDTV ഒക്കെ വേറെ ന്യൂസ് കൊടുക്കുന്നതല്ല, നിങ്ങൾ ഇവിടെ ഫോൺ വിളിച്ചാണോ ന്യൂസ് അപ്ഡേറ്റ് ആക്കുന്നില്ലേ എന്നാണ് പറയുന്നത്. അത് ശ്രീ ബേബി ഗാലക്സി എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ പൊതുവേദി കാണുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബാക്കി 23 മണിക്കൂറും വാർത്തയാണല്ലോ നൽകുന്നത്. അപ്പോൾ ശ്രീ ബേബി ഗാലക്സി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കാൻ ന്യൂസ് 18 ഒരുക്കുന്ന ഒരു പ്രത്യേക സമയമാണ് പൊതുവേദി. അപ്പോൾ ഇത് NDTV വാർത്ത കൊടുക്കുന്നുണ്ടാവും, CNN ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലുണ്ട്, അവരും CNN ന്യൂസ് 18 ഒക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റെങ്ങും ഇല്ലാത്ത ഒരു സവിശേഷത ന്യൂസ് 18 കേരള വിഭാഗം നൽകുന്നത് പ്രേക്ഷകർ കൂടി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണ്. അല്ലാതെ എന്താണ് ഇതിലെ ഇത്ര അത്ഭുതം എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ മനുഷ്യർക്കും സംസാരിക്കാനും പ്രതികരിക്കാനും ഒക്കെ താല്പര്യമുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. ശ്രീ ബേബി ഗാലക്സി. RMFJ എന്നോട് പറയുന്നു UDF ജയിക്കും, കേരളം നയിക്കും. റിപ്പോർട്ടർ ഇതിന് പുറത്ത് ഇത് പറഞ്ഞു, ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കാതെ ഓർമ്മിപ്പിക്കല്ലേ ആ കറുത്ത 5 വർഷം, ജനങ്ങളിപ്പോൾ എല്ലാം സന്തുഷ്ടരാണ്. ഓക്കെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പോകുന്നു. അപ്പോൾ പ്രമോദ് നാണു എന്നോടൊപ്പം ചേരുന്നു. ബേബി അമേരിക്കയിലേക്ക്, കുട്ടി ബേബി അമേരിക്കയിലേക്ക്. ഓക്കെ, എനിക്ക് തോന്നുന്നത് MA ബേബിയാണ് പരിഹസിക്കുന്നത്. നല്ല അപ്ഡേറ്റ് ഉള്ള ആളാണ്, വിഷയം വളരെ നല്ല രീതിയിൽ വിശകലനം ചെയ്യുന്നു എന്ന്. ഓക്കെ, എനിക്ക് ചില പ്രോത്സാഹനങ്ങൾ ക്രിസ് സംഗി പറയുന്നു, നല്ല അപ്ഡേറ്റ് ഉള്ള ആളാണ്, വിഷയം വളരെ നല്ല രീതിയിൽ വിശകലനം ചെയ്യുന്നു എന്ന്. എനിക്ക് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ലോകം പലവിധ ദുരിതങ്ങളിലേക്ക് ആണ്ടുപോകുന്നു, നാൾക്ക് നാൾ അത് വർദ്ധിച്ചു വരുന്നു, ലോകത്തിലെ വലിയ ശക്തിയാവുന്നു എന്ന് പറയുന്ന ഇന്ത്യ
മിണ്ടാതിരിക്കുന്നു, അത് ദോഷം ചെയ്യുന്ന കെ കൃഷ്ണൻകുട്ടി. ഇപ്പോഴേ $75 മാത്രമേ ഉള്ളൂ ക്രൂഡ് ഓയിൽ പ്രൈസ്, കാരണം ഒക്ടോബർ മാത്രമേ ഉള്ളൂ ക്രൂഡ് ഓയിൽ മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് അനിൽ പറയുന്നു. ഇപ്പോൾ $75 ഉള്ളൂ. ഒക്ടോബർ 7 ഭീകരവാദ ആക്രമണം ഓർക്കണമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഓക്കെ, എന്നോടൊപ്പം സന്തോഷ് വെള്ളരിക്കൊണ്ടു. സന്തോഷ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഇന്ധന പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് നല്ലപോലെ ബാധിക്കും, പിന്നെ കേരളത്തിന് നല്ലപോലെ ബാധിക്കും. എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും ഭക്ഷ്യ വസ്തുക്കളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. സാധാരണ ജനങ്ങൾ വലിയ വിഷമത്തിലാകും. പിന്നെ പിണറായി വിജയനും മോഡിയൊന്നും ഇതിൽ ഉത്തരവാദിയല്ല. വെറുതെ ഈ സമയത്ത് രാഷ്ട്രീയം കളിക്കല്ലേ. ഇത് മനസ്സിലാക്കുക. ലോകങ്ങൾ തങ്ങളുള്ള വലിയ പ്രശ്നത്തില് ഇവര് ഈ നിരപരാധികളെ ഇതിലേക്ക് എന്തിനു വലിച്ചഴിക്കുന്നു? ഇത് ഈ വിഡ്ഢിത്തം വിളിച്ചു പറയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ സാർ, വ്യക്തമാണ്. അപ്പോൾ എന്നോട് ഇപ്പോൾ ഒരാൾ പിന്നെ ഇപ്പോൾ അനിൽ ദാമോദരൻ പറയാണ് ഇപ്പോൾ $75 മാത്രമേ ഉള്ളൂ ക്രൂഡ് ഓയിൽ പ്രൈസ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു അനിൽ ദാമോദരൻ്റെ കണക്ക് തെറ്റാന്ന് തോന്നുന്നു. എനിക്ക് കിട്ടുന്ന കണക്കനുസരിച്ച് $90.9 ആണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. അത് ഏതാണ്ട് 12% വർധനവാണ് ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബ്രെൻറ്റിൻ്റെ നാച്ചുറൽ ഗ്യാസ് ആകട്ടെ 3.1 അതാണ് എൻ്റെ കയ്യിലുള്ള കണക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ മുഹമ്മദ് സ്വാലിഹ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ചിരിക്കുന്നുണ്ട്, എനിക്ക് ഒരു സ്മൈലിയൊക്കെ അയക്കുന്നുണ്ട്, സന്തോഷം. പിന്നെ ഒപ്പം ഇറാൻ്റെ പറഞ്ഞു ഇനി ഇറാൻ്റെ മാപ്പ് പറഞ്ഞു ഇനി ഖത്തറിലേക്ക് എന്ന് എന്നോട് ഫൈസി എന്നോട് പറയുന്നു. ഒപ്പം മനുവിൻ്റെ കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല, വിളിക്കുന്നവരുടെ ക്ലാസ് എടുക്കേണ്ട അവസ്ഥയിൽ ആയി എന്നെ ശശിധരൻ പിള്ള പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗ്ലാഡിയേറ്റർ പറയുന്നു ഇറാനെ സഹായിക്കാൻ കൊടുവാൾ പാർട്ടി അങ്ങോട്ട് പോകുമോ എന്ന് CPM-നെ പരിഹസിക്കുക കേട്ടോ. ഓക്കെ, മൊൻസാക്ക് പറയുന്നത് ഈ മോഡി പറഞ്ഞാൽ ആര് കേൾക്കാൻ, അമേരിക്ക പേടിച്ച് നിർത്തിയ മോദി വായ തുറക്കില്ല എന്നാണ് പരിഹാസം. ഓക്കെ, റഷീദ് കൊയിലാണ്ടി, ശ്രീ റഷീദ് കൊയിലാണ്ടി, ചുരുങ്ങിയ വാക്കുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം, ഇന്നത്തെ വാർത്തകൾ വളരെയേറെ ആശ്വാസം പകരുന്ന രീതിയിലാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ഗൾഫ് നാടുകളിലും അവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളിലും ഇന്ന് ഉണ്ടാക്കിയ ആ ഒരു വാർത്തയുണ്ടല്ലോ, അതിന് നമുക്കൊക്കെ മനസ്സിലുണ്ടായ സംഘർഷത്തിന് അഴവ് വന്നിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഇനി ഗൾഫ് മേഖലയിലേക്ക് ഞങ്ങൾ അടിക്കില്ല, അഥവാ ഈ ഗൾഫ് മേഖലയിൽ നിന്ന് ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ മാത്രമേ തിരിച്ചടിക്കുകയുള്ളൂ എന്ന രൂപത്തിൽ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം ചെറുതൊന്നും കേട്ടോ. കാരണം നമ്മളൊക്കെ വല്ലാതെ സംഘർഷഭരിതമായിരുന്നു കുറെ ദിവസങ്ങളായി. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ ഒക്കെ തന്നെ അവിടെ ഉപജീവനം തേടി പോയവരാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദുഃഖവും സങ്കടവും ഉണ്ടല്ലോ. ഇതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ പറയുമ്പോഴും ഇവര് അമേരിക്കൻ കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ UAE-യിലെ അമേരിക്കൻ കേന്ദ്രമാണ് അൽ ദഫ്ര, അവിടേക്ക് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നു. സ്വാഭാവികമായി ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മിസൈൽ ആക്രമണം നടക്കുമ്പോൾ ഇത് എയറിൽ വെച്ച് ഇത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ സ്ഫോടനമാണ് ചിലയിടത്തേക്ക് പൊട്ടിത്തെറിച്ചു വന്ന് വേറെ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഒരു വലിയൊരു ആശങ്കയായി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പല ആളുകളും പറയുന്നത്. അതെ, തീർച്ചയായും മനു മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലുകളൊക്കെ നിങ്ങൾ പറയുന്ന എല്ലാ ചാനലുകളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യണം. കാരണം ഈ ചാനലുകളൊക്കെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു, പ്രയാസപ്പെടുത്തുന്നു വാർത്തകൾ. അത് ചിലതൊക്കെ സത്യമാണെങ്കിൽ മറ്റതൊക്കെ വെറും കളവും ഇല്ലാ കഥകളുമാണ്. മാത്രമല്ല പ്രൊപ്പഗണ്ട, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ വന്നിട്ട് ജനങ്ങൾ വല്ലാതെ ഒരു മാധ്യമ സൃഷ്ടി ആ രീതി ആവരുത്. മാധ്യമങ്ങൾ ജനങ്ങളെ ജാഗ്രത പാലിക്കണം. മാധ്യമ വാർത്തകൾ ഞാൻ ആ വിമർശനം ഞാൻ നല്ല രീതിയിൽ അംഗീകരിക്കുകയാണ്. അത് ചില ആളുകൾ അത് യുദ്ധം എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. പക്ഷെ ചില ആളുകൾ കയ്യിൽ നിന്നൊക്കെ ഇട്ട് വാർത്ത കൊടുക്കുന്നു എന്നത് സത്യമാണ്. അങ്ങ് പറഞ്ഞതും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താൻ.
അത് മറ്റൊന്നല്ല, 25 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 10 യുദ്ധങ്ങൾ ഈ അമേരിക്കയും സഖ്യകക്ഷികളും ഈ ഇസ്രായേലും നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 47 ലക്ഷത്തോളം ആളുകൾ ഇവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതിൽ ഏറെയും കുട്ടികളും പെണ്ണുങ്ങളുമാണ്. ഇവരിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ കൊല ചെയ്തിരിക്കുന്നത്? ഇവരെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത രാജ്യങ്ങളെ അകാരണമായി ആക്രമിച്ചുണ്ടാക്കിയ യുദ്ധങ്ങളാണ് നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ തന്നെ. ഈ പ്രദീപമൊക്കെ ന്യൂയോർക്ക് എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? എന്ത് ഒന്നും പറയില്ല. ഒരു അങ്ങനെ ആ രീതിയിൽ ഒരാളെ യുദ്ധത്തിനെയൊക്കെ എല്ലാവരും അധിക്ഷേപിക്കുന്നു, ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇതിലൊക്കെയുള്ള ഇതിനൊരു മറുവശമുണ്ട് ശ്രീ റഷീദ് കൊയിലാണ്ടി. അങ്ങ് ചിലപ്പോൾ അതും കൂടി ഒന്ന് പരിശോധിക്കണം. ഈ പലയിടത്തും ഈ സ്കൂളുകളോ ഇത് കേന്ദ്രമാക്കി എല്ലാ അറ്റാക്ക് നടക്കുന്നത്. ഇത് ഈ സ്കൂളുകളെ മറയാക്കി ഇവിടെ നിന്ന് ആക്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ തിരിച്ചറിയുമ്പോൾ ആ സ്ഥലത്തേക്കാണ് തിരിച്ചാക്രമിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്കൂളുകളിലും ആശുപത്രികളിലും ഒക്കെ പലപ്പോഴും അറ്റാക്കുകൾ നടക്കുന്നത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ് എന്നാണ് ഈ ഒരു വിശദീകരണമായി വരുന്നത്. കാരണം ഒരു സ്ഥലത്തുനിന്ന് ഒരു മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു, അപ്പോൾ സ്വാഭാവികമായും പ്രത്യാക്രമണം ആ പ്രദേശത്തേക്കാണ് ഉണ്ടാകുക. അപ്പോൾ അതിന് സ്കൂളുകളെ ആശുപത്രിയൊക്കെ മറയാക്കുന്ന ഒരു രീതി ചില രാജ്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പണ്ട് ഹമാസ് ഇത് വ്യാപകമായി ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആകാനുള്ളൊരു സാധ്യത ഒരു വശത്തുണ്ട്. ഏതായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ. എന്താണ് ഈ കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്നത് നമുക്ക് ആർക്കും ഇതുമേ അംഗീകരിക്കാൻ കഴിയില്ല, ഇതൊട്ടും അംഗീകരിക്കാൻ കഴിയില്ല. എന്താ മനു, നമ്മൾ ഈ 4 യുദ്ധങ്ങൾ നേരിൽ കണ്ടവരാണ്. ഇറാഖ്, അമേരിക്ക, സഖ്യരാജ്യങ്ങൾ അവരുടെ ആ അക്രമ രീതി നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഗാസയിൽ നടത്തിയ ക്രൂരത നമ്മൾ നേരിൽ കാണുകയാണ്. ഈ ലോകം മുഴുവൻ നേരിൽ കാണുകയാണ്. ഈ കഴിഞ്ഞ തവണ അതേപോലെ തന്നെ ഇറാനിലേക്ക് ഇവർ ആക്രമിച്ചു, നമ്മൾ നേരിൽ കാണും. എന്തിനു വേണ്ടി, എന്താണ് ഇവരുടെ ലക്ഷ്യം? ആ ലക്ഷ്യം നമുക്ക് മനസ്സിലാവും. അവരുടെ താല്പര്യങ്ങളാണ്. ഇതൊരിക്കലും ഗാസയിലെ ആക്രമണം നമുക്കറിയാലോ. അവിടെ ഒക്ടോബർ 7-ാം തീയതി അവിടെ ആഘോഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ പോയി കൊന്നു. അപ്പോൾ അവരും സ്വാഭാവികമല്ല, ഇത് ഒരു വശത്തുനിന്ന് മാത്രം ഒരിക്കലും സംഘർഷം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഗാസയിലേക്ക് കഥ. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതാദ്യം ഇവർ ആക്രമിച്ചു. അപ്പോൾ ഏതായാലും അത് വരട്ടെ, നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അബ്ദുൾ ലത്തീഫ് കുന്നിക്കോട്. അബ്ദുൾ ലത്തീഫ്, ഞാൻ കുന്നിക്കോട് നിന്ന് വിളിക്കുകയാണ്. എനിക്കൊരു വ്യക്തിപരമായിട്ട് എനിക്കൊരു അഭിപ്രായമുള്ളത്, ഈ പ്രതിസന്ധിക്ക് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ റഷ്യ സ്ട്രോങ് ആയി ഇടപെടണം. ഇല്ലാത്തിടത്തോളം നമ്മൾ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും. അതിനെ ആശ്രയിക്കുന്ന ആളുകളെല്ലാം വളരെ പരിതാപകരമായിരിക്കും അവരുടെ സ്ഥിതി എന്നാണ് എനിക്കിപ്പോൾ വ്യക്തമാണ്. ഏതായാലും അങ്ങയുടെ സമാനമായ ഒരു അഭിപ്രായം തന്നെയാണ് അജിത് കുമാർ മാറോളി എനിക്ക് എഴുതുന്നത്. സോവിയറ്റ് യൂണിയൻ എന്നൊരു രാഷ്ട്രം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇന്ന് സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലാഡിയേറ്റർ പറയുന്നു ഇറാനെ സഹായിക്കാൻ പപ്പു നമ്മൾ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുക. ഓക്കെ, അപ്പോൾ മുരളീധരൻ നായർ പറയുന്നത് എം എൻ മുരളീധരൻ 67 വയസ്സ്, എൻ്റെ വിദ്യാഭ്യാസവും യോഗ്യതയും ലോകപരിചയവും മഹാന്മാരുടെ പരിചയവും മാന്യതയ്ക്ക് ചേർന്നതാണ് എന്ന് അത് ശശിധരൻ നായരാണ് പറയുന്നത്. 67 വയസ്സ്, എൻ്റെ വിദ്യാഭ്യാസവും യോഗ്യതയും ലോകപരിചയം മഹാന്മാരുടെ പരിചയം അയാൾക്ക് അറിയില്ല മനു എന്നാണ്. ആരുടെ കാര്യമാണോ? ഓക്കെ, ഞാനിങ്ങനെ ജമ്പിന്നുകൊണ്ട് എനിക്ക് പല വാർത്തകളും കിട്ടുന്നില്ല. ഓക്കെ, ചിത്രഗീതം എന്നോട് പറയുന്നത് ഇവരുടെ ഈഗോ കാരണം പൊലിഞ്ഞുപോയ കുറേ ജീവിതങ്ങൾ ലജ്ജിക്കുന്നു. അതായത് എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്, എങ്ങും പോകരുത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പം മുരളീധരൻ നായർ MN എന്നോടൊരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കിരൺ അദ്ദേഹത്തെ നെഗറ്റീവ് ചിന്തകനും മണ്ടത്തരം പറയുന്നവനും എന്ന് പറഞ്ഞു. അദ്ദേഹം വിഷമം തോന്നി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരിച്ചത്. ഓക്കെ, ആനപ്പുറത്തിരുന്നാൽ മറ്റുള്ളവർ ചെറുതായി തോന്നും. ഇന്നലെ അവതാരകൻ എന്നെ നെഗറ്റീവായ ചിന്തകൻ മണ്ടത്തരം പറയുന്നു. അങ്ങനെയല്ല, അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു വിഷയത്തിന് ആസ്പദമാക്കി പറഞ്ഞായിരിക്കും. അതിൽ നമ്മുടെ പ്രേക്ഷകർ, പ്രത്യേകിച്ച് പൊതുവേദി കാണുന്നവർ ആ നെഗറ്റീവ് ചിന്തഗതി ഉള്ളവരല്ല. അവർ എപ്പോഴും പോസിറ്റീവ് ചിന്താഗതി ഉള്ളതാണ്. കാരണം അവർ ഈ പൊതുവേദി കാണുമ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഈ നാട് മാറണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ വയ്ക്കുമ്പോൾ മറ്റാളുകൾ ചിലപ്പോൾ അത് യോജിക്കാത്തതായിരിക്കും, ചിലപ്പോൾ അത് കുറച്ച് തിരുത്തലുകൾ വേണ്ടതായിരിക്കാം. അങ്ങനെ നമുക്ക് പരസ്പരം തിരുത്താനും നവീകരിക്കാനും കൂടി വേണ്ടിയാണ് നമ്മുടെ ആശയങ്ങളെ പുതിയ ആശയങ്ങളാക്കാനുള്ള ഒരു ഇടം കൂടിയാണ് പൊതുവേദി. അപ്പോൾ ശ്രീ മുരളീധരൻ നായരോട് ഞാൻ അതിലെന്തെങ്കിലും അങ്ങേക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അതിലൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതായത് ഞാനത് കിരണിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്വർണ്ണലത എന്നോട് പറഞ്ഞ് യുദ്ധം എവിടെ നിന്നാലും ഇത് നമ്മളെയും ബാധിക്കും. ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ അത്രയും വിഷമം നാം അനുഭവിക്കുന്നില്ല എന്നത് അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ അത്രയും വിഷമം നാം അനുഭവിക്കില്ല എന്നത് മറ്റൊരു കാര്യം. ഈ പരിപാടിയുടെ വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറഞ്ഞ് എനിക്ക് പിന്തുണയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണലതയ്ക്കും എൻ്റെ ആശംസകൾ. കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, പ്പെട്ട് നിൽക്കുകയായിരുന്നു. യെസ്, നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മെക്കെട്ടുകാരാണ് ബാലകൃഷ്ണൻ വന്നത് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഇതിനകത്ത് നിരപരാധികളല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. വിഷയം അതല്ലല്ലോ. ഈ യുദ്ധം എന്തിനു വേണ്ടിയുള്ളതാണെന്നാണ് വിഷയം നമ്മുടെ ഈ ഊർജ്ജ പ്രതിസന്ധി നമ്മൾ എങ്ങനെ മറികടക്കും എന്നതാണ് ഞാൻ അത് തന്നെയാണ് വിഷയം. ഈ യുദ്ധം അതിനുവേണ്ടി തന്നെയാണ്. അതായത് എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ അധികാരം കയ്യിലെടുക്കുക എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പരിപാടി. വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി. അതെന്തിനു വേണ്ടിയാണ്? അവരുടെ എണ്ണയാണ് വിഷയം. ലോകരാജ്യങ്ങളിലെ എണ്ണ നിക്ഷേപങ്ങൾ 12% ഉണ്ട് വെനസ്വേലയില്. അതുപോലെ 12% ഉണ്ട് ഈ ഇറാഖില്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 10-30% അമേരിക്കയുടെ കയ്യിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക മറ്റുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഈ ഊർജ വിഷയത്തിലും എനർജി വിഷയത്തിലും പെട്രോളിയം പ്രൊഡക്റ്റിന്റെ വിഷയത്തിലും ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കാനും അതിന്റെ വില നിശ്ചയിക്കാനുമുള്ള സംഗതിയെല്ലാം അമേരിക്കയുടെ കയ്യിലേക്ക് എത്തിച്ചേരും. അതിനുവേണ്ടി വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ ആക്രമിക്കുന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ ക്ഷീണം ചെയ്യും. നമ്മൾ പറയുന്നത് നമ്മൾ ലോകത്തിലെ വലിയ രാജ്യമായിക്കൊണ്ടിരിക്കുന്നു, സാമ്പത്തികമായിട്ട് മുന്നേറുന്നു എന്നൊക്കെയല്ലേ ഭരണക്കാർ പറയുന്നത്. അങ്ങനെ നമ്മൾ വലിയ ശക്തിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം മിണ്ടാതെ ഇരിക്കുന്നത്? ശ്രദ്ധിക്കണ്ടേ? തുറന്ന് എതിർക്കണ്ടേ? കാരണം ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ഇന്ത്യയും അഫക്റ്റ് ചെയ്യും. അമേരിക്കയുടെ പ്രതിനിധി ഇന്നലെ ഡൽഹിയിൽ വന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങള് കരാറുകൾ ഉണ്ടാക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്നാ പറഞ്ഞത്. അതോ ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഡൽഹിയിൽ വെച്ച് ശ്രമം നടത്തും. പക്ഷെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെന്ന് അമേരിക്കയുമായി വെല്ലുവിളി നടത്തേണ്ട വല്ല കാര്യമുണ്ടോ ശ്രീകൃഷ്ണൻകുട്ടി? പിന്നെ അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ വഷളാക്കില്ലേ? ഇന്ത്യ അമേരിക്ക ബന്ധം ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നു? ഇന്നലെ അമേരിക്കയുടെ പ്രതിനിധി ഡൽഹിയിൽ വന്ന് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? എന്തുവാ പറഞ്ഞത്? അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കരാർ. അങ്ങനെയല്ലേ പറയൂ. അല്ലാതെ അമേരിക്കൻ താല്പര്യങ്ങൾ ഞങ്ങൾ നോക്കില്ല എന്ന് ഏതെങ്കിലും രാജ്യം തരുന്നത്. നമ്മൾ നമ്മുടെ താല്പര്യം സംരക്ഷിക്കാൻ നോക്കും, അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ നോക്കും. ഇതിനിടയിലുള്ള സൗഹാർദ്ദത്തിന്റെ സാധ്യതകളെ ഇരു രാജ്യങ്ങളും ആരായും. അങ്ങനെയാണല്ലോ. ഈ ഒരു വാദം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ആരുടെ താല്പര്യമാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഇറക്കുമതി കയറ്റുമതി വിഷയത്തില് അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് തീരുവ ഇല്ലാതെയും ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് തീരുവ ചേർത്തല്ലേ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുന്ന് സാധനം ഇങ്ങോട്ട് തീരുവ ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ? അവര് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ചാർത്തുന്ന തീരുവ ഇങ്ങോട്ടും അവരും പ്രയോഗിക്കും എന്നതാണല്ലോ തർക്ക വിഷയം. അങ്ങനെ പാടില്ല എന്നതാണല്ലോ നമ്മുടെ പ്രായോഗികമായിട്ട് സംഭവിക്കുന്നില്ലല്ലോ. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് സൗജന്യമായി ഇറക്കുമതി എന്താണ് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് സൗജന്യമായി? ഈ $75 കിടന്ന ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പൊ 99 പോയില്ലേ നിമിഷം കൊണ്ട്? ഇത് ആരുടെ സമ്പത്തിനാ ചോർത്തിക്കൊണ്ട് പോകുന്നേ? അല്ല, അത് രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്ക് വേണ്ടി ചെലവാക്കേണ്ടുന്ന പൈസ ഇങ്ങനെ ഈ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും നമ്മുടെ യുദ്ധം ചെയ്യുമ്പോ ഇന്ത്യയുടെ പൈസ ഇങ്ങനെ പോകുന്നില്ലേ? ഇന്ത്യയുടെ പണമല്ലേ പോകുന്നത്? അപ്പൊ നമ്മള് മിണ്ടാതിരുന്നാ പറ്റുമോ?
നമ്മൾ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, ശക്തമായി അപലപിക്കുകയും അതുപോലുള്ള കാര്യങ്ങളിൽ അമേരിക്ക ചെയ്യുന്നത് തെറ്റാണെന്ന് ലോകത്തിനോട് വിളിച്ചു പറയുകയും കഴിയുന്നത്ര രാജ്യങ്ങളെ അമേരിക്കക്കെതിരായിട്ട് അണിനിരത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകം നന്നാവത്തുള്ളൂ. നോക്കൂ, ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്കൊന്നും സംഭവിക്കില്ല, അത് ഇറാഖുമായിട്ടുള്ള പ്രശ്നമല്ലേ, അല്ലെങ്കിൽ വേറെ വെനിസ്വേലയായിട്ടുള്ള പ്രശ്നമല്ലേ നോക്കിയിരുന്നാല് ഒരു ദിവസം ട്രംപ് നമ്മളെയും തേടി വരും. ശരി, അപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇത് നമ്മുടെ അന്ന് ഇത് പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇൻഡ് C4V എന്നോട് പറയുന്നത് മൊസാംബിക്, ബ്രൂണൈ, നൈജീരിയ, ടാൻസാനിയ, ഇന്തോനേഷ്യ, ഘാന എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഡാന എന്നാണ് എഴുതി, ഘാന എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു വിഷമം വരില്ല എന്ന് എന്നോട് പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു ഇസ്രയേലിൽ ഒരു മിസൈൽ വീണു എന്നും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, മുരളീധരൻ നായർ പറഞ്ഞത് കിരൺ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അവഹേളിച്ച കാര്യമാണ് എന്ന് ശശിധരൻ പിള്ള എന്നോട് പറയുന്നു. അത് എന്താണാവോ അങ്ങനെ അവഹേളിച്ചത് സംഭവം? ഞാനത് അന്വേഷിക്കാം. അങ്ങനെ നമ്മളാരെയും അവഹേളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും. അപ്പോൾ കിരൺ എന്താണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെയ്യാൻ വഴിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും പൊതുവേദി പ്രേക്ഷകരെ ആരും നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അവഹേളിക്കാതെ നമുക്ക് പരസ്പരം അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദിയാണല്ലോ ഇത്. മുരളീധരൻ സാറിനോട് സോറി പറഞ്ഞ മനു യു ആർ സോ ഗ്രേറ്റ് എന്ന് ശശിധരൻ പിള്ള പറയുന്നുണ്ടോ? എൻ്റെ ശശിധരൻ പിള്ള. രാധാകൃഷ്ണൻ പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ചുരുങ്ങിയ വാക്കുകൾ കേട്ടോ, നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ശ്രീ രാധാകൃഷ്ണൻ. ഗുഡ് ഈവനിങ് മിസ്റ്റർ മനു. ഞാൻ രാധാകൃഷ്ണൻ. വളരെ നാളായി നിങ്ങളെ സംസാരിക്കുന്ന പറ്റിയില്ല. ഞാൻ അറിയാലോ, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ എനിക്കറിയാം, പ്രാരിയെ പഞ്ചായത്തിലാണെന്ന് എന്നോട് പറഞ്ഞു അല്ലെ? ആ സ്ഥലം ഞാൻ പറഞ്ഞു. അത് തന്നെ ആഗോള തരത്തില് ഇത് വരാൻ കാരണം യുദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ എല്ലാ രാജ്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാരും പറയണു മോദി പോയി പറ, ഇവര് പോയി പറ. ഇതാര് പറഞ്ഞാലും ഈ യുദ്ധം നടക്കും, യുദ്ധം തീരും, ഇതെല്ലാം. പിന്നെ ഇറാഖ് ഇത്ര 50 വർഷം ഇറാൻ 50 വർഷം എന്തെല്ലാം ചെയ്ത് അവിടുത്തെ ആളുകളെ അടിച്ചമർത്തി എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഷായെ എങ്ങനെ തുരത്തിയത് ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി അവര് പല കാര്യങ്ങളും ചെയ്യും. അവര് October 7th ഇസ്രായേലിൽ എന്തെങ്കിലും അവർ ചെയ്തിട്ടാണോ ഇവര് ഹമാസ് പോയി അടിച്ചത്? ഇന്ന് വേൾഡിൽ മുഴുവൻ ഇത് ചെയ്യുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് മുഴുവൻ ചെയ്യുന്നതും അതിന്റെ പൈസ മുഴുവൻ കൊടുത്തിരുന്നതും ഇറാനാണ്. അത് നിങ്ങൾക്ക് മിസ്റ്റർ മനുവിനും അറിയാം, ഈ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം, ബാക്കി ഇന്ത്യയിലുള്ളവർക്കും അറിയാം. അത് നിർത്തണം. അതിനൊരു തടയിടാതെ ആർട്ടിമാറ്റിക് വേയിൽ എല്ലാവിധ സൗകര്യങ്ങളും അവരോട് പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ എല്ലാവിധ വിവരങ്ങളും പല എംബസിയിലും പറഞ്ഞിട്ടുണ്ട്. അത് മിസ്റ്റർ മനുവിനും അറിയാം, എനിക്കും അറിയാം. പിന്നെ പാചക വിലയ്ക്ക് കൂടി, അത് നാച്ചുറലാണ്, കൂടും. ഇവിടെ പണ്ട് പെട്രോളിന് വില കൂടാതെ ഇരുന്നപ്പോഴും കേരളത്തിലെ സെസ് കുറച്ചാൽ എത്ര പെട്രോളിന് പൈസ കുറയും? വാളയാർ കഴിഞ്ഞാൽ പെട്രോളിന്റെ വില 101 രൂപയുള്ളൂ. ഇവിടെ എത്രയാ പെട്രോൾ? എന്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തിന്റെ ഗവൺമെന്റ് അത് കുറയ്ക്കണില്ല? അറ്റ്ലീസ്റ്റ് 5-6 രൂപ കുറയില്ലേ? അതാരും മനസ്സിലാക്കില്ല. എന്നിട്ട് മോദിയെ കിടന്ന് ചീത്ത പറയും, മറ്റവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ്. എനിക്കറിയാം മിസ്റ്റർ മനുവിന് ഡിപ്ലോമസിയും ഫോറിൻ പോളിസിയെ പറ്റി നല്ലതായിട്ട് അറിയുന്ന ഒരാളാണ്. എനിക്കറിയാം, യുവറിൻ JNUവിലെല്ലാം ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഇതാണ് ഇത്. പിന്നെ ഇത് കുറച്ചാളിങ്ങനെ നടക്കും, തന്നെ തീരും. പിന്നെ ഗൾഫ് കൺട്രീസ് ഒരിക്കലും പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ബേസിൽ നിന്ന് ഒരു ആക്രമണം ഇസ്രായേലിനെയും US-നെയും ചെയ്യാൻ അനുവദിക്കില്ല എന്ന്. പിന്നെ എന്തിനാ ഇറാൻ അവരുടെ ബേസിലെല്ലാം പോയി ആക്രമിച്ചത്? അതാരും ഒന്നും മിണ്ടണില്ലല്ലോ. അതിന് പ്രതിഫലം ഉണ്ടാകും. അത് നാച്ചുറലാണ്, ക്വൈറ്റ് നാച്ചുറൽ. ഓക്കെ, അപ്പോൾ വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷം. അദ്ദേഹം നമ്മുടെ പാലക്കാടുകാരനാണ്. മാത്രമല്ല പ്രായരി, ആ പ്രദേശമൊക്കെ എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ എന്നോട് പിന്നെ ശ്രീ മുരളീധരൻ നായർ MN വീണ്ടും പറയുന്നു അദ്ദേഹത്തിൻ്റെ, ഞാനത് പറഞ്ഞല്ലോ ശ്രീ മുരളീധരൻ നായർ, നമുക്കത് അന്വേഷിക്കാം. ഏതായാലും അങ്ങേ അറിവില്ലാത്ത ആളോ കഴിവില്ലാത്ത ആളോ എന്നൊന്നും നമ്മൾ കരുതുന്നില്ല. അത് കിരൺ ബാബു ആ ഒരു ഒഴുക്കിനങ്ങ് പറഞ്ഞു പോയതായിരിക്കുമെന്നേ. ചിലപ്പോൾ അതങ്ങനെ അങ്ങനെ വൈകാരികമായി അതിന് വേട്ടുവേടായിട്ട് എടുക്കേണ്ടതില്ല. ഏതായാലും
അങ്ങയുടെ കാലിബർ അറിയാം. അത് എനിക്ക് അങ്ങയുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങയുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുകയും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ശാന്തകുമാരി എന്നോട് 7996 എന്നോട് പറയുന്നത് നേരിട്ട് വിളിക്കാൻ ശ്രമിക്കുന്നു, കിട്ടുന്നില്ല. നോ പ്രോബ്ലം, നമുക്ക് ശ്രമിക്കാം, കിട്ടും. പിന്നെ കൃഷ്ണൻകുട്ടി പറയുന്നു ഇന്ത്യയുടെ നിശബ്ദത ഇന്ത്യക്ക് തന്നെ ദോഷം ചെയ്യും എന്ന് പറയുന്നു. കൃഷ്ണൻകുട്ടി ചേട്ടാ ഒരു മിസൈൽ വൈറ്റ് ഹൗസിലേക്ക് തൊടുക്കൂ ചേട്ടാ എന്നൊക്കെ ശിവശങ്കരൻ എന്നോട് പറയുന്നു. അപ്പോൾ ഓക്കെ. അപ്പോൾ ശ്രീ രാജൻ തൃശ്ശൂരുണ്ട്, ശ്രീ ഗോപകുമാറുണ്ട് പാലക്കാട്. നമുക്ക് സമയം വളരെ കുറവാണ്. ശ്രീ രാജൻ തൃശ്ശൂർ, അത് കഴിഞ്ഞ് ഗോപകുമാറിലേക്ക്. നമസ്കാരം. ചുരുങ്ങിയ വാക്കുകൾ. ഇതിൽ നമുക്ക് അതിപ്പോ പ്രത്യേകിച്ചൊന്നും പറയില്ല. കാരണം നമ്മള് ഇന്ത്യ ഭരിക്കുന്നത് നമ്മുടെ മോദിയാണല്ലോ. ആ മോദി ഭരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു പേടിയും വേണ്ട. കാരണം ട്രംപിന്റെ കാൽച്ചോട്ടിലാണ് മോദി നിൽക്കുന്നത്. അപ്പോ ഇന്ത്യക്കെതിരെ എന്തായാലും ഒരു യുദ്ധം പ്രതീക്ഷിക്കണ്ട. കാരണം നമ്മുടെ തൊട്ട് ട്രംപ് ഉണ്ടല്ലോ. പിന്നെ ഈ മറ്റെന്താ പറയാ ഗ്യാസിന്റെ വില കൂടിയത്, അതിപ്പോ ഒരു 60 രൂപ എന്ന് പറഞ്ഞപ്പോ അത്ര അധികമൊന്നുമല്ല. ഞാനത് കളിയാക്കി പറയല്ല. പക്ഷെ 60 രൂപ കൂട്ടാനുള്ള ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്റെ ആവശ്യമുണ്ടോ? കാരണം ഇന്ത്യയിൽ ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറോ അല്ലെങ്കിൽ പെട്രോളിയോ ഇപ്പൊ സ്റ്റോക്ക് ഇല്ലേ? വേണ്ടി വന്നാൽ കിട്ടാതെ വരുമ്പോ നമുക്കത് ബഡ്ജറ്റ് കയറ്റേണ്ടി വരും. അത് സ്വാഭാവികം. അപ്പോ എനിക്കിതിലൊന്നേ പറയുള്ളൂ, എവിടെ ഒത്തു കിട്ടുന്നോ അവിടെ ഇന്ത്യക്കാരെ ഭംഗിയായിട്ട് ഇന്ത്യ ഭരിക്കുന്ന മിടുക്കൻ ശാലിയാക്കി എന്താ പറയാ പത്നിയാക്കും. അത്രേ ഇതിൽ പറയുള്ളൂ. ഇന്ത്യ ഇന്ന് ആരുടെ കൂടെ? സമയം നമ്മുടെ അതിക്രമിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു പ്രേക്ഷകൻ കൂടി അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അങ്ങനെ സംസാരിക്കുകയും ചെയ്യും. ശ്രീ ഗോപകുമാർ പാലക്കാട് ചെർപ്പളശ്ശേരിക്കാരനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് സമയം അതിക്രമിച്ചു. ശ്രീ ഗോപകുമാർ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം. ഒരു പേടിയും പേടിക്കണ്ട മനോജി, ഒരു പേടിയും പേടിക്കണ്ട. നമുക്ക് ഇന്ത്യക്ക് ശക്തനായ അല്ലെങ്കിൽ കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഉണ്ട്. അത് കാരണം കൊണ്ട് യാതൊരു പേടിയും പേടിക്കണ്ട. പിന്നെ പഴയ വിലയ്ക്ക് കിട്ടില്ല എന്ന് മനു സ്വന്തം ഇഷ്ടത്തിന് അടിച്ചു വിട്ടതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ മനു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞേ നമുക്ക് പഴയ വിലയ്ക്ക് പെട്രോളിന്റെ ഉൽപ്പന്നങ്ങൾ കിട്ടാൻ സാധ്യത ഇല്ല എന്നൊരു അഭിപ്രായം മനുജിയെ ഒന്ന് അടിച്ചുവിട്ടതാണെന്ന് റഷ്യയിൽ നിന്ന് തീർച്ചയായിട്ടും റഷ്യ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അയാളുടെ അടുത്ത് എടുക്കാൻ പാടില്ല എന്ന് മറ്റേ ട്രംപ് പറഞ്ഞ കൊണ്ടൊന്നും അത് എടുക്കാണ്ടെന്ന് ഇരിക്കില്ല. അതൊന്നും കാര്യം സമയമില്ലാത്ത കാരണം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ വിചാരിക്കുകയാണ്. ഇറാന്റെ കപ്പൽ അന്നുണ്ടായിരുന്ന ഉപരോധം റഷ്യക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അപ്പോഴുണ്ടായിരുന്ന നമ്മൾ വളരെ ചുരുങ്ങിയ വിലയ്ക്കാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ചത് ഡോളറിലല്ല. അങ്ങനെ ചില ഗുണങ്ങൾ അന്നുണ്ടായിരുന്നു. ഇനി അത് അതേപോലെ നടക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് മനോജിയുടെ ഒരു മനു സാറിന്റെ ഒരു സ്വന്തം ഇതാണെന്ന് എനിക്ക് അത് തന്നെ മനസ്സിലായി. പക്ഷെ പഴയ വിലയ്ക്ക് കിട്ടില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. പിന്നെ മോദിജി എന്തെങ്കിലും കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി അഭിപ്രായം പറയും. രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, സോണിയാഗാന്ധി പറയുന്നുണ്ട്, ഇപ്പൊ ഇവിടുന്ന് പിണറായി വിജയൻ കത്തയച്ചിട്ടുണ്ട്, കൃഷ്ണൻകുട്ടി മണിമല പറയുന്നുണ്ട് നമ്മൾ പാവങ്ങളല്ലേ, ഞങ്ങൾ യാതൊരു ബന്ധുവില്ലല്ലോ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ കൃഷ്ണൻകുട്ടിയേട്ടാ പിണറായി കത്തയച്ചിരിക്കുന്നത്? ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പെട്ടതല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ പിണറായി വിജയൻ CPM നേതാവല്ലേ? അപ്പൊ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. ഞാനിത് വേറൊരു സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമത്തിൽ വായിച്ചാണ്. അപ്പോൾ റഷ്യൻ യൂറാൽസ് ക്രൂഡ് 50% വില വർദ്ധിച്ചു. അപ്രോക്സിമേറ്റ്ലി ഫ്രം 45.7 ഡോളറിൽ നിന്ന് 68.6% ബാരലിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയ വിലയ്ക്ക് ഇനി കിട്ടുമെന്നുള്ള സംശയം എൻ്റെ പിന്നെ ആസ്ഥാനത്തല്ല. ഓക്കെ, ദീപു ദുബായിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ലാസ്റ്റ് കോളർ ദീപു, പക്ഷേ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹത്തെ ഒഴിവാക്കാനാകില്ല. ദീപു, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, എങ്കിലും പെട്ടെന്ന് പറഞ്ഞു. ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു ചർച്ച നടത്തുമ്പോൾ ഈ ചർച്ചയ്ക്ക് ഒരു ഡെക്കോറം ഉണ്ട്. വന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എന്തും പറയാമെന്ന് കരുതുന്ന ഈ ചാണക സംഖ്യ ഊളമൊണ്ണകള് ഈ ബാലകൃഷ്ണനൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നാക്ക് പണയം വെച്ചിട്ടില്ലെന്ന് കൂടെ ആലോചിക്കണം. ഈ പ്രധാനമന്ത്രി അടുത്ത് അല്ലേ നമ്മുടെ പിന്നെ അമേരിക്കനുള്ള ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് നല്ല ആക്ടറാണെന്ന്. നമുക്ക് എന്തുമാത്രം അപമാനമാണ്. ഈ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുന്നു നമ്മൾ കരുതുന്നുമില്ല. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഇതിന് എഗൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിനുള്ള കൃത്യമായ മറുപടി പറയേണ്ടത്. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഇതുപോലെയുള്ള സംഖ്യകൾക്ക് വല്ല വിവരമുണ്ടോ? എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയാനാണോ? കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്ന കണ്ടല്ലേ നമുക്ക് പാകിസ്ഥാനെ സുദർശൻ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയത് റഷ്യന്ന്.
എന്നിട്ട് വന്നിരുന്ന് ഇങ്ങനെ ഇതടിക്കുകയാണ്. പിന്നെ ഈ ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുബായിൽ ആളുകൾ സേഫാണ്, പക്ഷെ ടാർഗറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാതിരിക്കാം ഈ ബേസുകളൊക്കെ. പക്ഷെ ജനങ്ങളെല്ലാം സേഫാണ്, പേടിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളില്ല. പക്ഷെ അലർട്ടുകളും കൃത്യമായി തന്നെ കിട്ടുന്നുണ്ട്. അലർട്ടുകൾ കിട്ടുമ്പോൾ മാത്രമല്ല ഇപ്പൊ ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു ഇനി അങ്ങോട്ടൊക്കെ ഒന്നും ആക്രമണങ്ങൾ ഉണ്ടാകില്ല, ക്ഷമാപണം നടത്തുന്നു. അങ്ങനെ കുറെ കൂടി ഒരു അതെ, GCC കൺട്രിയും ഇറാനും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരൊരു ഡെക്കോറം കീപ്പ് ചെയ്താണ് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കില്ല എന്നുള്ളത്. അത് ഇപ്പൊ അങ്ങനെ വന്നതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇവിടെയുള്ള വലിയ വലിയ രാജ്യങ്ങൾ, വിശ്വഗുരു എന്നല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത്, ഈ ഗുരു ഒന്ന് ഉണർന്നിരുന്നെങ്കിൽ, ഈ തൃക്കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ വല്ലതൊക്കെ നടന്നേനെയല്ലോ. എല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കുക. നിന്ന് വിളിച്ചത് തന്നെ വളരെ സന്തോഷം. ഇതുപോലെയുള്ള ഒരു ഘട്ടത്തിൽ അവിടെ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തു. ഞാൻ അവരോട് പ്രധാനമായി ചോദിച്ചൊരു ചോദ്യം, ഇത് ഈ ഒരു പ്രശ്നം ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യക്ക് മറികടക്കാൻ ആകുമോ എന്നായിരുന്നു. അപ്പോൾ 67% ആളുകളും വലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനും അതുപോലെ നമ്മുടെ സംവിധാനങ്ങൾക്കും ഈ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ആകും എന്നാണ്. ഏതായാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ നടക്കുമ്പോൾ അത് പലപ്പോഴും അതിർത്തികൾ കടന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും തേടിയെത്താം, ജീവിതത്തെ അത് ബാധിച്ചേക്കാം. ശക്തമായ സാമ്പത്തിക നയങ്ങൾ, തീരുമാനങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമുക്കതിനെ അതിജീവിക്കാൻ കഴിയണം. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, അതൊക്കെ നിലനിർത്തിയേ നമുക്ക് മതിയാകും. ഇത്തരം ആഗോള പ്രതിസന്ധികളുടെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ ആശങ്ക കുറയ്ക്കുക എന്നതാണ്. അതാണ് ഒരു സർക്കാർ ഒരു പ്രധാന ദൗത്യമായി എടുക്കേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയാണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ളൊരു കഴിവാണ് ഒരു രാജ്യത്തിൻ്റെ, ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിൻ്റെ അടയാളം. അതിൻ്റെ തെളിവായി ഇന്ത്യ മുന്നോട്ട് പോകും എന്ന് നമുക്കും പ്രത്യാശിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. ഇനി നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.